2024 LDC പരീക്ഷ ഈ ഒരു മാസം നടക്കാൻ പോവാണ്. നമുക്കറിയാം, ഈ ആഴ്ച തന്നെ നടക്കാൻ പോവാണ്. ആ ഒരു പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന കുറേ ചോദ്യങ്ങൾ നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോവുകയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ചോദ്യങ്ങൾ അതേപോലെ തന്നെ പരീക്ഷകളിൽ ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തുന്ന ചോദ്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. ഒന്നാമതായിട്ട് പരിചയപ്പെടുത്തുന്ന ചുവടെ സൂചിപ്പിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുക എന്നൊരു ചോദ്യമാണ്. 1898 കൊടുങ്ങല്ലൂരിൽ ജനനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സജീവ പങ്കാളിത്തം, പിൽക്കാലത്ത് സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകൃഷ്ടനായി, അല്ലമീൻ ദിനപത്രത്തിന്റെ സ്ഥാപകനും എഡിറ്ററും എന്നിങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് നൽകിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ തന്നെ ഇതിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ PSC റിപ്പീറ്റായി ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. അല്ലമീൻ ദിനപത്രത്തിന്റെ സ്ഥാപകൻ ആര് എന്നൊരു ചോദ്യം. അവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ്. 1898 മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ജനിക്കുന്നത്. കൊടുങ്ങല്ലൂരിലാണ് ജനിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സജീവ പങ്കാളിത്തം ഉണ്ടായിരുന്ന വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ അദ്ദേഹം പിൽക്കാലത്ത് സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച ഫോർവേഡ് ബ്ലോക്കിൽ ആകർഷണമായി. ഇതും PSC റിപ്പീറ്റായി ചോദിക്കുന്നതാണ്. സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച സംഘടനയാണ് ഫോർവേഡ് ബ്ലോക്ക് എന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ അല്ലമീൻ എന്ന് പറയുന്ന ദിനപത്രത്തിന്റെ സ്ഥാപകൻ ആര് എന്ന് PSC റിപ്പീറ്റായി ചോദിക്കുന്നതാണ്. ഉത്തരമായിട്ട് വരേണ്ടത് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ്. ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിപ്പഴം എന്ന് ഡൽഹൌസി വിശേഷിപ്പിച്ച ഏത് പ്രദേശത്തെയാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് ഉത്തരം. അവധ് എന്നാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിപ്പഴം എന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ആര് എന്നും PSC ചോദിക്കും. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഡൽഹൌസി ആണെന്ന രീതിയിലും ഈ ഒരു ചോദ്യം കാണാവുന്നതാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെടാത്ത തീരുമാനങ്ങൾ കണ്ടെത്തുക. ഇവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുന്നത് നന്നായിരിക്കും. ബന്ധപ്പെടാത്ത. ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റായി എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ നമ്മുടെ ഉത്തരത്തിലേക്ക് ഇത് പരിഗണിക്കാൻ പറ്റില്ല. ബന്ധപ്പെടാത്ത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് പറ്റത്തില്ല. പൂർണ്ണ സ്വരാജാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിക്കുന്നതും 1929 ലാഹോർ സമ്മേളനത്തിലാണ്. അപ്പോൾ ഇതും പറ്റത്തില്ല. നിസ്സഹകരണ സമരം ആരംഭിക്കുക എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. അപ്പോൾ ഇത് നമ്മുടെ ഉത്തരത്തിലേക്ക് പറ്റും. 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കണം എന്ന് പറഞ്ഞതും ഈ ഒരു സമ്മേളനത്തിലാണ്. അപ്പോൾ ഇത് നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഇവിടെ 3 മാത്രം എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത് നടന്ന എല്ലാ പരീക്ഷകളിലും ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഈ ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പ് നോക്കി പോകുന്നത് നന്നായിരിക്കും. ഒപ്പം ഇവിടെ നൽകിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഒന്ന് പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന 1921 താഴെ പറയുന്നതിൽ ഏത് സംഭവത്തിന്റെ ശതാബ്ദി വർഷമാണെന്നാണ്. ശരിക്കും ഈ ഒരു ചോദ്യം ചോദിക്കേണ്ടത് 2021 ഏത് സംഭവത്തിന്റെ ശതാബ്ദി വർഷം എന്നാണ് ചോദിക്കേണ്ടത്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, വാഗൺ ട്രാജഡിയാണ്. 1921 നവംബർ 10 വാഗൺ ട്രാജഡി നടക്കുന്നത്. 1921 നവംബർ 10. ഇനി നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ വൈക്കം സത്യാഗ്രഹമാണ്. 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. ഇന്ന് 2024 നമ്മൾ ഈ പരീക്ഷ എഴുതാൻ പോകുന്നത്. നോക്കുക, 100 വർഷം തികഞ്ഞിരിക്കുന്നു. അപ്പോൾ 2024 താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിന്റെ ശതാബ്ദി വർഷമാണ് എന്ന് നമ്മളോട് ചോദിക്കാം. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് വൈക്കം സത്യാഗ്രഹമാണ്. 1924 മാർച്ച് മാസം 30 1924 മാർച്ച് മാസം 30 മുതൽ 1925 നവംബർ മാസം 23 വരെ നീണ്ടുനിന്ന 603 ദിവസം നീണ്ടുനിന്ന വൈക്കം സത്യാഗ്രഹം. ഈ പറഞ്ഞ എല്ലാ പോയിന്റുകളും PSC മുൻകാല പരീക്ഷകളിൽ ചോദിച്ചതാണ്. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചതെന്നു വെച്ചാൽ 1924 മാർച്ച് മാസം 30 വൈക്കം സത്യാഗ്രഹം അവസാനിച്ചതെന്നു വെച്ചാൽ 1925 നവംബർ മാസം 23. ഇനി വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടു നിന്നു എന്ന് വെച്ചാൽ 603 ദിവസമാണ്. എന്നീ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. ഇനി നമ്മുടെ അടുത്ത പോയിന്റിലേക്ക് വരാം. താഴെ പറയുന്ന ജോഡികൾ പരിഗണിക്കുക. കുടിയരശ് EV രാമസ്വാമി നായ്ക്കർ എന്ന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ്. അത് ശരിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വിവേകവർദ്ധിനി വീരേശലിംഗം അതും ശരിയാണ്. ഗുലാംഗിരി ജ്യോതിറാവ് ഫൂലെ അതും ശരിയാണ്. എന്നാൽ സമ്പദ് കൗമുദി എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ഒരു ഇതല്ല. അവിടെ നമുക്ക് ശരിക്കും വരേണ്ടിയിരുന്നത് രാജാറാം മോഹൻ റോയ് എന്നാണ്. സമ്പദ് കൗമുദി എന്ന് പറയുന്നത് ആരുമായി ബന്ധപ്പെട്ടതാണ്? രാജാറാം മോഹൻ റോയിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ ശരിയായ ജോഡിയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. 1, 2, 3 ശരിയാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇവിടെ സമ്പദ് കൗമുദി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രാജാറാം മോഹൻ റോയ് ആയിട്ട് ബന്ധപ്പെട്ടതാണെന്ന കാര്യം ഒന്ന് മാറ്റി പഠിക്കുക. താഴെ കൊടുത്തിട്ടുള്ളവയെ കാലഘട്ടനാടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ഇവിടെ ഫ്രഞ്ച് വിപ്ലവം, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, റഷ്യൻ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് കൊടുത്തിട്ടുണ്ട്.
ഇവിടെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ് ആദ്യം സംഭവിക്കുന്നത്. അതിനുശേഷം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അപ്പോൾ 2ഉം 4ഉം ആദ്യം വരണം. അങ്ങനെയാണെങ്കിൽ അവിടെ ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ഓപ്ഷൻ സി ആണ് അങ്ങനെ വരുന്നത്. അതിനുശേഷം പിന്നീട് ഒന്നാമത് വരുന്ന ഫ്രഞ്ച് വിപ്ലവമാണ് വരേണ്ടത്. പിന്നെ അതിനുശേഷം 4ാമതാണ് എന്ത് വരുന്നത്, റഷ്യൻ വിപ്ലവം വരുന്നെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ്, 2, 4, 1, 4, 1, 3 എന്നതാണ് നമ്മൾ ഉത്തരമായിട്ട് വരിക. വളരെ പ്രസിദ്ധമായ മൂഗ സിൽക്ക് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആസാമുമായിട്ടാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത്. GPS ഉപയോഗിച്ച് ഒരു സ്ഥലത്തിന്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണെന്നാണ് ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ട 4 ഉപഗ്രഹങ്ങളാണ്. ഇതൊക്കെ PSC ഡയറക്റ്റ് ഇങ്ങനെ തന്നെ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ഇവിടെ ഈ ചോദ്യത്തിൽ ഒന്നും മാറ്റം വരുത്താതെ ഡയറക്റ്റ് ഇങ്ങനെ തന്നെയാണ് ചോദിക്കുക. അതുകൊണ്ട് ഇതൊന്നും പഠിക്കുക, അതുപോലെ പഠിച്ചു വെക്കുക. GPS ഉപയോഗിച്ച് ഒരു സ്ഥലത്തിന്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് 4 ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ എത്ര ഉപഗ്രഹങ്ങളാണ് ആവശ്യമുള്ളത്, 4 എണ്ണമാണ് എന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി ഒഡീഷയിലെ കോരാപുട്ട് ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ടെൽ നദി ഏത് നദിയുടെ പോഷക നദിയാണെന്നാണ്. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് മഹാനദി എന്നതാണ്. നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ്. മഹാനദിയുടെ പോഷക നദിയാണ് ടെല്ല് എന്ന് പറയുന്ന നദി. നമുക്കറിയാം ഷിയോനാഥ്, അതുപോലെ തന്നെ ടെല്ല്, അതേപോലെ ഇബ്, ഇതൊക്കെ എന്താണ്, മഹാനദിയുടെ പോഷക നദിയാണ് എന്ന് നമ്മൾ പഠിക്കാറുള്ളതാണ്. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ 10ാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നു. 10ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, 10ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ റാബി വിളയായിട്ട് മാത്രം കൃഷി ചെയ്യുന്നത് ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. നമ്മൾ റാബി വിള പഠിക്കാൻ വേണ്ടി നമ്മളൊരു കോഡൊക്കെ യൂസ് ചെയ്യാറുണ്ട്. കടുപുക പയറ് ഗോ ബാക്ക് എന്നാണ്. കടുപുക പയറ് ഗോ ബാക്ക്. കടുപുക പയറ് ഗോ ബാക്ക് എന്ന് പറയുന്ന കോഡാണ്. ഇതിൽ കടുക്, പുകയില, പയറ്, ഗോതമ്പ്, ബാർലി, അതായത് ഇവിടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അതേപോലെ തന്നെ ഈ പറയുന്ന നമ്മളിവിടെ നൽകിയിരിക്കുന്നത് റാബി വിളയാണ്. അതേപോലെ തന്നെ ഖാരിഫ് വിളയുണ്ട്. അതായത് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് അതിൽ വരുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഉൾപ്പെടാത്തത് ഏതിലേക്ക് പോകും, ഖാരിഫ് എന്ന ഇനത്തിലേക്ക് പോകും. അതായത് നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല തുടങ്ങിയവയ്ക്ക് എന്താണ് ഈ പറയുന്ന ഖാരിഫ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിലേക്കാണ് പോകുന്നത്. ഇനി അടുത്തത്, ഇന്ത്യയിലെ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് പശ്ചിമഘട്ടം എന്നാണ്. ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. തിപ്പായിമുഗ് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള തർക്കത്തിനാണ് കാരണം. ഈ ഒരു ഡാം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ മണിപ്പൂരിലെ ബരാക്ക് നദിയിലാണ്. മണിപ്പൂരിലെ ബരാക്ക് എന്ന് പറയുന്ന ഒരു നദിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയും ബംഗ്ലാദേശിനും ഇടയിൽ തർക്കത്തിൽ നിൽക്കുന്ന ഒരു ഡാമാണ്. 1983 ആ ഒരു വർഷത്തിലാണ് ഇത് ആദ്യമായിട്ട് കമ്മീഷൻ ചെയ്യുന്നത്. ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരെന്ന് PSC റിപ്പീറ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ്. നമ്മുടെ കേരളത്തിലെ ഈ പറയുന്ന എക്കണോമിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ RBI കുറിച്ചും നബാർഡിനെ കുറിച്ചും റിപ്പീറ്റ് ആയിട്ട് ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മൾ വേറെ ഒന്നും ഈ പറയുന്ന ബാങ്കിങ് എന്ന് പറയുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ പോലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ചും നബാർഡിനെ കുറിച്ചെങ്കിലും പഠിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അതിൽ നിന്ന് എപ്പോഴും ചോദ്യങ്ങൾ വരും. അതിലൊരു ചോദ്യമാണ് ശക്തികാന്ത ദാസ് ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 25ാമത്തെ ഗവർണറാണ് അദ്ദേഹം. താഴെ പറയുന്നവയിൽ നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ബി. ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകരിക്കപ്പെട്ടത്. ഇത് ശരിയാണ്. കൃഷിക്കും ഗ്രാമവികസനത്തിനുമായുള്ള ഭാരതത്തിലെ ദേശീയ ബാങ്കാണ് നബാർഡ്. ഇതും ശരിയാണ്. നബാർഡിന്റെ ആസ്ഥാനം മുംബൈയാണ്. കേരള PSC പരീക്ഷയിൽ നബാർഡുമായി ബന്ധപ്പെട്ട് എപ്പോഴും അതിന്റെ ചോദ്യത്തിന്റെ ഒന്നെങ്കിൽ ചോദ്യമായിട്ട് വരും, അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്ന 3 പോയിന്റുകളാണ് ഇത്. ഈ പോയിന്റുകൾ നിർബന്ധമായി പഠിക്കുക. ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകരിച്ചത്. ഈ പരീക്ഷയ്ക്ക് ചോദിക്കും കൃഷിക്കും ഗ്രാമവികസനത്തിനുമായിട്ടുള്ള ഭാരതത്തിലെ പരമോന്നത ബാങ്ക് ഏതാണെന്ന് വെച്ചാൽ നബാർഡാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി നബാർഡിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മുംബൈയിലാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ കേരള സംസ്ഥാന കുടുംബശ്രീ ആരംഭിക്കുന്ന അല്ലെങ്കിൽ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഉജ്ജീവനം എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ പേര്. നമുക്ക് വരാൻ പോകുന്ന പരീക്ഷയിൽ 2024 ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് വീണ്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇത്. ഉജ്ജീവനം എന്ന് പറയുന്ന പദ്ധതി സംസ്ഥാനത്തെ അതിദാരിദ്ര്യ കുടുംബങ്ങളെ സഹായിക്കാനായിട്ട് കുടുംബശ്രീ ആരംഭിച്ച ഒരു ക്യാമ്പയിനാണ്. ഇത് 100 ദിവസത്തെ ഒരു ക്യാമ്പയിൻ ആയിരുന്നു. അത് നടക്കുന്നത് ഈ പറയുന്ന 2023 ഒക്ടോബർ 25 മുതൽ 2023 ഒക്ടോബർ 25 മുതൽ 2024 ഫെബ്രുവരി മാസം 1-ാം തീയതി വരെ ഈ 100 ദിവസമായിട്ടാണ് ഇത് നടന്നത്. അങ്ങനെ ഈ ഒരു ക്യാമ്പയിൻ നടന്നപ്പോൾ അവർ കുടുംബശ്രീ എന്താണ് 64,006 നിർധന കുടുംബങ്ങളെ കണ്ടുപിടിക്കുകയും അതിൽ ഉജ്ജീവന മാർഗം ആവശ്യമുള്ള 6,429 കുടുംബങ്ങൾക്ക്
സുസ്ഥിര വരുമാനം ഉറപ്പാക്കുകയും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയുമായിരുന്നു ഈ ഒരു ക്യാമ്പയിന്റെ ലക്ഷ്യം. അപ്പോൾ ഇവിടെ 64,029 കുടുംബം എന്ന് ഓർത്തിരിക്കണം. 100 ദിവസമായിരുന്നു. അത് എന്ന് മുതലാണെന്ന് വെച്ചാൽ 2023 ഒക്ടോബർ 25 മുതൽ 2024 ഫെബ്രുവരി 1 തീയതി വരെയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഉജ്ജീവനം എന്ന പദ്ധതി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗോൾഡൻ റവല്യൂഷൻ അല്ലെങ്കിൽ സുവർണ്ണ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് ഒരു ഹോർട്ടികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവിടെ നൽകിയിരിക്കുന്ന മുട്ടയുമായി ബന്ധപ്പെട്ട രജത വിപ്ലവമാണെങ്കിൽ, മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ട് നീല വിപ്ലവമാണെങ്കിൽ, പെട്രോളിയവുമായി ബന്ധപ്പെട്ട് കറുപ്പ് വിപ്ലവമാണെന്ന കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി, ഇന്ത്യയാണ്. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ആര് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ എയും ബിയും തമ്മിൽ പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരാറുള്ളത്. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എന്നറിയപ്പെടുന്ന PC മഹലനോബിസ് ആണ്. അതങ്ങനെ നമ്മൾ ഓർത്ത് വെക്കും. ഈ ശില്പിന്റെ ഷിയും PC-യുടെ സിയും തമ്മിൽ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. എന്നാൽ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ വിശ്വേശ്വരിയാണ്. നമുക്കറിയാം പ്ലാൻ എക്കണോമി ഫോർ ഇന്ത്യ എന്ന ആ ഗ്രന്ഥം രചിക്കുന്നത് ഈ പറയുന്ന വിശ്വേശ്വരിയാണ്. അദ്ദേഹമാണ് ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് സെപ്റ്റംബർ മാസം 15 തീയതി. അന്നാണ് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിലൊക്കെ എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 15 ആരുടെ ജന്മദിനമാണെന്ന് വെച്ചാൽ വിശ്വേശ്വരയ്യയുടെ ജന്മദിനമാണ്. അപ്പോൾ ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി PC-യിലെ സി വെച്ച് കണക്ട് ചെയ്ത് വെക്കുക. PC മഹലനോബിസ്. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ പിതാവ് അല്ലെങ്കിൽ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിശ്വേശ്വരിയാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനം സെപ്റ്റംബർ 15. അന്നാണ് നമ്മുടെ ഇന്ത്യയിലെ എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇനി അടുത്തത് ധനബില്ലിനെ സംബന്ധിച്ചിട്ടുള്ള ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം ഏതെന്നാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. 109 ആണ്. നമുക്കറിയാം 110 ഉണ്ട്, 109 ഉണ്ട്. ഈ 110 എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ പൊതുവെ കേട്ടുകൊണ്ടിരിക്കുന്ന അത് തന്നെയാണ്. ധനബില്ലുമായി ബന്ധപ്പെട്ട് പണ്ട് മുതലേ PSC ചോദിക്കുന്നത് അനുച്ഛേദം 110 ആണ്. ആ 110 എന്ന് പറയുന്ന ആ ഒരു ആർട്ടിക്കിളിൽ 7 വിഷയങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു വിഷയമോ അല്ലെങ്കിൽ ഒന്നിലധികം വിഷയങ്ങളോ മാത്രമാണ് ആ ഒരു ബില്ലിൽ പ്രതിപാദിക്കുന്നതെങ്കിൽ അത്തരം ബില്ലിനെ മണി ബില്ല് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് തീരുമാനിക്കുന്ന ആരായിരിക്കും? ആ ഒരു ലോകസഭയിലെ സ്പീക്കറാണ്. നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ്. മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന സ്പീക്കറാണെന്ന്. അതേപോലെ തന്നെ അതിനെക്കുറിച്ച് പറയുന്നത് 110 എന്ന് പറയുന്ന ആർട്ടിക്കിളിലാണ്. എന്നാൽ 109 എന്ന് പറയുന്നത് ഈ മണി ബില്ലിന്റെ പ്രത്യേക നടപടിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 109 എന്ന് പറയുന്നത്. അതിൽ ആർട്ടിക്കിൾ 109-ൽ 1 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഒരു മണി ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ പാടില്ല എന്ന് പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ്. നമുക്കറിയാം മണി ബില്ല് അവതരിപ്പിക്കുന്ന ലോകസഭയിലാണ്. അതിനുശേഷം ലോകസഭ ഈ പറയുന്ന ബില്ല് പാസ്സാക്കിയ ശേഷം രാജ്യസഭയിലേക്ക് അയക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ആർട്ടിക്കിളാണ് 109-ൽ 5 എന്ന് പറയുന്നത്. അതായത് മണി ബില്ല് ലോകസഭ പാസ്സാക്കിയതിനു ശേഷം രാജ്യസഭയുടെ അനുമതിക്കായിട്ട് അയച്ച് 14 ദിവസത്തിനുള്ളിൽ തിരിച്ചു വന്നില്ലെങ്കിൽ ആ ബില്ല് പാർലമെന്റ് ഇരുസഭകളും പാസ്സാക്കിയതായി കണക്കാക്കുമെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് ഈ പറയുന്ന 109-ൽ 5 എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇപ്പോൾ PSC ഈ ആർട്ടിക്കിളിനുള്ളിലേക്ക് കയറി ചോദിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ LDC പോലുള്ള പരീക്ഷകൾ ചോദിക്കാൻ സാധ്യതയുള്ള 2 ആർട്ടിക്കിളാണ് ഇവിടെ നമ്മളൊന്നും കൂടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ 109-ഉം 110-ഉം ഓർത്തിരിക്കുക. 109 വീണ്ടും ചോദിക്കുക. മണി ബില്ലിന്റെ പ്രത്യേക നടപടിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ്. അവിടെ മണി ബില്ലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ തന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചിട്ട് 110 കാണാതെ വരികയും അപ്പോൾ ഈ ചോദ്യം തെറ്റാണെന്ന് വിചാരിക്കുകയും ചെയ്യരുത്. എന്താണ് ഉത്തരം? 109 ആണ്. ഇനി 110 ഉണ്ടെങ്കിൽ അതായിരിക്കും ആൻസർ വരിക. അതായത് 109 110 ഒരിക്കലും ഒരുമിച്ച് തരില്ല. മറിച്ച് 109 പകരം 110 തന്നാൽ അതായിരിക്കും ആൻസർ എന്ന കാര്യത്തിൽ പഠിച്ചു വെക്കുക. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. താഴെ കൊടുത്തതിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് നമുക്ക് ഇവിടെ കാണേണ്ടത്. നമ്മുടെ ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് നിർബന്ധമായി നോക്കി പോകേണ്ട വളരെ സിമ്പിൾ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇവിടെ കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ 2ഉം 3ഉമാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അതായത് മായം ചേർക്കലും തൊഴിലുമാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇനി അടുത്ത താഴെ കൊടുത്തിരിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ് ചോദിച്ചിരിക്കുന്നത്. സംവരണ മണ്ഡലങ്ങൾ നിശ്ചയിക്കുക എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയല്ല. പക്ഷേ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമൊന്നും പഠിക്കാതെ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ അത് ശരിയാണെന്ന് വിചാരിച്ചു പോകും. ഇവിടെ നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത് വോട്ടർ പട്ടിക തയ്യാറാക്കുക മാത്രമാണ്. ഇനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മേൽനോട്ടം വഹിക്കുക എന്ന് പറയുന്നത് ഉത്തരമല്ലേ എന്ന് ചിന്തിക്കും. പക്ഷേ ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് നൽകിയത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തു നൽകിയിരുന്നെങ്കിൽ അത് ശരിയായിരുന്നു. പക്ഷേ ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് നൽകിയതുകൊണ്ട് ഓപ്ഷൻ 2 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അതായത് ബി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ 21ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം.
അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നതാണ്. ഇവിടെ നമ്മുടെ ഉത്തരം ഈ ഒരു ചോദ്യത്തിലില്ല. 1946 ഡിസംബർ മാസം 9-ാം തീയതിയാണ്. 1946 ഡിസംബർ മാസം 6-ാം തീയതിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. 9-ാം തീയതി നടന്നു. അത് ഡൽഹി വെച്ച് നടക്കുകയാണ്. അവിടെ 207 അംഗങ്ങളാണ് പങ്കെടുത്തത് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഈ ഒരു സമ്മേളനത്തിൽ ഏറ്റവും ഉയർന്ന പ്രായമുള്ള വ്യക്തിയായ സച്ചിദാനന്ദ സിൻഹയാണ് താൽക്കാലിക അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുത്തത്. തുടർന്ന് 1946 ഡിസംബർ മാസം 11-ാം തീയതിയാണ് രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുത്തത് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ് വരേണ്ടത്? 1946 ഡിസംബർ 9 എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. നിലവിൽ നമ്മുടെ ഓപ്ഷൻ അതില്ല. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിക്കും. 1989 ഇത് നടക്കുന്നത്. അപ്പോൾ അവിടെ കൃത്യമായിട്ട് PSC പരീക്ഷയിൽ, ഈ അടുത്ത് നടന്ന പരീക്ഷയിലെല്ലാം തന്നെ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. ഉത്തരമായിട്ട് വരേണ്ടത് ഭരണഘടനാപരമായ അംഗീകാരം എന്നാണ്. അത് ഓർത്തു വെച്ചുകൊണ്ട് PK തുങ്കൻ കമ്മിറ്റി എന്ന കാര്യം ഓർത്തിരിക്കുക. ഇതേ തുടർന്നാണ് നമ്മുടെ 73-ഉം 74-ാം ഭേദഗതിയൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് 1989 ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത് എന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ്? PK തുങ്കൻ കമ്മിറ്റി എന്നതാണ് 23-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ 23-ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് 23-ാം ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഹേബിയസ് കോർപ്പസ് കോവാറന്റോ സെർഷോറി എന്ന് നൽകിയിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവ്, അതായത് റിട്ടുകളെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് 226 പ്രകാരവും സുപ്രീം കോടതിയാണ് 32 പ്രകാരം 5 തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാൻ പറ്റും. ഈ നൽകിയിരിക്കുന്നതെല്ലാം ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവാണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. താഴെ കൊടുത്തതിൽ നിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുന്നതെന്നാണ് ചോദ്യം. രാജ്യത്തിന്റെ പ്രതിരോധ നിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുന്നില്ല. അന്തർദേശീയ സമാധാനവും സുരക്ഷയും നിർദ്ദേശ തത്വങ്ങളിൽ പറഞ്ഞു പോകുന്നുണ്ട്. ചൂഷണത്തിനെതിരെയുള്ള അവകാശം, അത് നമ്മുടെ മൗലികാവകാശത്തിൽ വരുന്നതാണ്. പരിസ്ഥിതി സംരക്ഷണം നിർദ്ദേശക തത്വത്തിൽ പറയുന്നതാണ്. ഭാഗം 4 പറയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ 2ഉം 4ഉം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ നോക്കുക. ഓപ്ഷൻ സി ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ 25-ാമത്തെ ചോദ്യം, 25-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി ആണ് 25-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 26-ാമത്തെ ചോദ്യം, സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി. അപ്പോൾ ഭേദഗതികൾ എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മുടെ ഭരണഘടനയിൽ കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ ഇവിടെ നോക്കി ഇതൊക്കെ PSC പണ്ട് മുതലേ ചോദിക്കുന്ന ചോദ്യമാണ്. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് 44-ാം ഭേദഗതിയാണ്. ഇനി അടുത്തത്, ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് എന്നതാണ് നമ്മുടെ ഇവിടെ 27-ാമത്തെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ചോദ്യത്തിൽ നമ്മുടെ ഓപ്ഷനിൽ തന്നിരിക്കുന്ന ഉത്തരപ്രകാരം ഈ ഒരു ബില്ലുമായി ബന്ധപ്പെട്ട് ഇവിടെ നമുക്ക് ഉത്തരമായിട്ട് പരിഗണിക്കാൻ പറ്റുന്നത് ഓപ്ഷൻ എ ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് പരിഗണിക്കാൻ പറ്റുക. എന്നാൽ ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന 2019 ഓഗസ്റ്റ് 5 അതൊരു ഉത്തരമായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ബില്ല് നമ്മുടെ രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നു. എവിടെയാണ് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്? ലോകസഭയിലല്ല, രാജ്യസഭയിലാണ് അവതരിപ്പിക്കുന്നത്. അത് അവതരിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അമിത്ഷായാണ് ഈ ഒരു ബില്ല് അവതരിപ്പിച്ചത്. അങ്ങനെ ഈ ഒരു ബില്ല് രാജ്യസഭ പാസ്സാക്കിയ ഡേറ്റ് ആണ് ഈ പറയുന്ന 2019 ഓഗസ്റ്റ് 5-ാം തീയതി. അതിനുശേഷം നമ്മുടെ രാജ്യസഭയിൽ നിന്ന് ലോകസഭയിലേക്ക് വന്നു. 2019 ഓഗസ്റ്റ് മാസം 6-ാം തീയതി ഈ ബില്ല് ലോകസഭയൊക്കെ പാസ്സാക്കി. പിന്നെ അത് രാഷ്ട്രപതി ഒപ്പിടണം. അത് 2019 ഓഗസ്റ്റ് മാസം 9-ാം തീയതിയാണ് രാഷ്ട്രപതി ഒപ്പിടുന്നത്. അപ്പോഴാണ് ഒരു ബില്ല് ശരിക്കും പറഞ്ഞാൽ അംഗീകരിച്ചു അല്ലെങ്കിൽ വന്നു എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുക. കാരണം രാഷ്ട്രപതി ഒപ്പിട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ ഒരു ബില്ല് അങ്ങനെ പാസ്സാക്കുകയാണ് ഈ പറയുന്ന 2019 ഓഗസ്റ്റ് 9-ാം തീയതി. അതിനുശേഷം ഈ ബില്ല് നിലവിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ 2019 ഒക്ടോബർ 31 സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനത്തിനാണ്. ജമ്മു കാശ്മീർ എന്നും ലഡാക്ക് എന്നും 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ രൂപീകരിച്ചുകൊണ്ട് ഈ ബില്ല് നിലവിൽ വരുന്നു. അപ്പോൾ ഇവിടെ നോക്കുക, 2019 ഓഗസ്റ്റ് 5 എന്താണ് രാജ്യസഭ പാസ്സാക്കി. നിലവിൽ ഈ ഒരു ഉത്തരപ്രകാരം വേറെ ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റുകൾ ഇല്ലാത്തതിനാൽ 2019 ഓഗസ്റ്റ് 5 നമ്മുടെ ഉത്തരം. അതേപോലെ തന്നെ ഇത് ലോകസഭ പാസ്സാക്കിയത് എവിടെയാണ്? 2019 ഓഗസ്റ്റ് 6-നാണ്. ഇത് രാഷ്ട്രപതി ഒപ്പിടുന്നത് 2019 ഓഗസ്റ്റ് 9-നാണ്. ഇത് നമ്മുടെ നിലവിൽ വരുന്നത് 2019 ഒക്ടോബർ 31-നാണ്. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ് ഓർത്തിരിക്കുക. ഇത് ആദ്യം അവതരിപ്പിച്ച എവിടെയാണ്? രാജ്യസഭയിലാണ്. ആരാണ് അവതരിപ്പിച്ചത്? നമ്മുടെ അമിത്ഷാ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. കേരളത്തിൽ 14-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ചോദിച്ചാൽ 2022-27 അപ്പോൾ ഈ ഒരു സമയത്ത് 14-ാം പഞ്ചവത്സര പദ്ധതിയാണ്. നമുക്കറിയാം ദേശീയതലത്തിൽ ഇപ്പോൾ പഞ്ചവത്സര പദ്ധതികളൊന്നും തന്നെ ഇല്ല. എന്നാൽ കേരളത്തിൽ നിലവിലുണ്ട്. അത് 2022-27 കാര്യം ഓർക്കുക.
താഴെ കൊടുത്തിരിക്കുന്നതിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമുക്ക് ഒറ്റയടിക്ക് തന്നെ ഉത്തരത്തിലേക്ക് എത്താം. കുടുംബശ്രീ എന്ന് പറയുന്ന ഒരു പദ്ധതിയല്ല. അപ്പോൾ കുടുംബശ്രീ എന്ന് പറയുന്നത് എന്താണ്? കേരള സാമൂഹ്യ സുരക്ഷാ മിഷനുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയല്ല. താലോലം, സ്നേഹപൂർവ്വം, ശ്രുതിതരംഗം എന്നിവയാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ജന്മനാ ഉള്ള ഹൃദയവൈകല്യങ്ങളാലും മറ്റ് ഗുരുതര രോഗങ്ങളാലും കഷ്ടപ്പെടുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സാ ചെലവിനായിട്ട് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഈ പറയുന്ന സാമൂഹ്യ സുരക്ഷാ മിഷന്റെ താലോലം എന്ന് പറയുന്ന പദ്ധതി. ഇത് PSC എപ്പോഴും ചോദിക്കുന്നതാണ്. ഇനി നമ്മുടെ സാമ്പത്തികമായിട്ടൊക്കെ പിന്നാക്കം നിൽക്കുന്ന അനാഥരായ വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം എന്ന് പറയുന്ന പദ്ധതി. ശ്രുതിതരംഗം എന്ന് പറയുന്ന പദ്ധതി എന്ന് പറയുമ്പോൾ നമ്മുടെ കേൾവി വൈകല്യമുള്ള 1 മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളിൽ സൗജന്യമായിട്ട് ഫ്രീ ആയിട്ട് കോക്ലിയർ ശസ്ത്രക്രിയ സഹായം നൽകുന്ന പദ്ധതിയാണ് ശ്രുതിതരംഗം എന്ന് പറയുന്ന പദ്ധതി. ഈ ഒരു പദ്ധതി തുടക്കത്തിൽ സാമൂഹ്യ സുരക്ഷാ വകുപ്പിന് കീഴിലാണെങ്കിൽ നിലവിൽ ഈ ഒരു പദ്ധതി ആരോഗ്യ വകുപ്പിന് കീഴിലാണെന്നും കൂടി ഓർക്കുക. പിന്നെ കുടുംബശ്രീ എന്ന് പറയുന്നത് നമുക്കറിയാം, PSC റിപ്പീറ്റ് ആയി ചോദിക്കുന്നതാണ്, രൂപീകരിച്ചത് എന്നാണ്? 1998 മെയ് മാസം 17-ാം തീയതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. 1998 മെയ് മാസം 17-ാം തീയതിയാണ് ഈ കുടുംബശ്രീ രൂപീകരിച്ചത്. അതിൻ്റെ ഒരു 25-ാമത്തെ ഒരു വർഷമായിരുന്നു 2023. അതുകൊണ്ട് അത് ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാം. തന്നിരിക്കുന്ന സംഘടനകളിൽ 2023 ഈ പറയുന്ന 25-ാം വർഷം ആഘോഷിച്ചത് ഏതാണെന്ന് ചോദിച്ചാൽ കുടുംബശ്രീ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഈ 1998 മെയ് 17-ന് ഇത് ഉദ്ഘാടനമൊക്കെ ചെയ്തു. പക്ഷേ ഇത് പ്രവർത്തനം ആരംഭിക്കുന്ന തൊട്ടടുത്ത സാമ്പത്തിക വർഷത്തിലാണ്. ഏപ്രിൽ മാസം, അതായത് 1999 ഏപ്രിൽ മാസം 1-ാം തീയതിയാണ്. ഉദ്ഘാടനം ചെയ്ത ആരെന്ന് വെച്ചാൽ നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രിയായ അടൽ ബിഹാരി വാജ്പേയി ആണ്. ഇത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് തുടങ്ങിയതെന്ന് വെച്ചാൽ 9-ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ്. ഇത് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായിരുന്നു? EK നായനാരാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഓർക്കുക. അപ്പം കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം. റിപ്പീറ്റായി ചോദിക്കുന്ന ഒരു മേഖലയാണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. നമ്മുടെ സിലബസിൽ എടുത്തു പറയുന്ന ഒരു മേഖലയാണ്. ഇനി കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടനാ അനുച്ഛേദം. അപ്പോൾ സാമ്പത്തിക കമ്മീഷനുമായി ബന്ധപ്പെട്ട്, ഫിനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് 243 ഐയും വൈയുമാണ് എന്ന കാര്യം ഓർക്കുക. അപ്പോൾ 243 നമ്മൾ ഫിനാൻസ് കമ്മീഷൻ എഴുതുമ്പോൾ ഈ ഐ ഉണ്ടല്ലോ, അതിങ്ങോട്ട് പിടിച്ചാൽ മതി. പിന്നെ നമ്മൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് 243 ആ ഒരു ഭാഗമാണ്. അപ്പോൾ 243 ഐ, പിന്നെ ഐയുമായിട്ട് അതേ രീതിയിൽ പ്രൊണൗൺസ് ചെയ്യില്ല, വൈ ഐ. അപ്പോൾ ആ ഒരു രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. ഐയും വൈയുമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതിൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടാണ് ഐ വരുന്നത്. ഒപ്പം ഇങ്ങനെ ഒരു കമ്മീഷനെ രൂപീകരിക്കണം എന്ന് പറയുന്നതും അതിലാണ്. അതേസമയത്ത് മറ്റ് മുനിസിപ്പാലിറ്റി, മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഏത് വരുന്നത്? വൈ എന്ന് പറയുന്നത് വരുന്നത്. അതായത് നഗരസഭകളുമായിട്ട് ബന്ധപ്പെട്ടാണ് വൈ എന്ന് പറയുന്നത് വരുന്നത്. ഇനി അടുത്തത് 2023 ഏപ്രിൽ 1 മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിലുണ്ടായ വർധനവ് എന്നാണ്. ഇവിടെ നമുക്ക് 31-ാമത്തെ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 22 രൂപ എന്നാണ് ഉത്തരം. പക്ഷെ നമുക്കിപ്പോൾ അറിഞ്ഞിരിക്കേണ്ട 346 എന്ന് പറയുന്ന ഈ ഒരു സംഖ്യയാണ്. പ്രതിദിനം കേരളത്തിൽ കൊടുക്കുന്ന 304, അത് 333-ൽ നിന്നാണ് വർദ്ധിച്ചിരിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ കുറച്ച് പദ്ധതികൾ നൽകിയിട്ടുണ്ട്. പട്ടിക 1-ൽ അത് ചേരുംപടി ചേർക്കുക എന്നാണ്. ആർക്കൊക്കെയാണ് ഈ ഒരു പദ്ധതി പ്രകാരം ഗുണഭോക്താക്കൾ എന്നാണ് അറിയേണ്ടത്. ഇവിടെ മന്ദഹാസം എന്ന് പറയുന്ന പദ്ധതിയെ നമുക്കറിയാം BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാരാണ്. A എന്ന് പറയുന്നത് 4-മായിട്ടാണ് ബന്ധിപ്പിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു പദ്ധതി A എന്ന് പറയുന്നത് എന്തുമായിട്ടാണ് ബന്ധിപ്പിക്കേണ്ടത്? 4-മായിട്ടാണ് ബന്ധിപ്പിക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് സമന്വയ എന്ന് പറയുന്ന ആ ഒരു പദ്ധതിയാണ്. സമന്വയ എന്ന് പറയുന്ന പദ്ധതി തന്നിരിക്കുന്നതിൽ നിരാലംബരായ വിധവകൾ, അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവർ, ഇരകൾ, ഭിന്നശേഷിയുള്ളവർ, ട്രാൻസ്ജെൻഡേഴ്സ് എന്നതാണ് ഇനി നമുക്ക് ബാക്കിയായിട്ടുള്ളത്. അതിൽ ഈ സമന്വയ എന്ന് പറയുന്ന പദ്ധതി ട്രാൻസ്ജെൻഡേഴ്സുമായിട്ടാണ് ബന്ധിപ്പിക്കേണ്ടത്. അഭയകിരണം എന്ന് പറയുന്ന പദ്ധതി നിരാലംബരായ വിധവകൾ, അതുപോലെ തന്നെ നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്ന് പറയുന്നത് അത് ഭിന്നശേഷിക്കാരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ഇവിടെ നമുക്ക് വരേണ്ടത് 4, അതുപോലെ തന്നെ 5, അതിനുശേഷം 1, 3 എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. 4, 5, 1, 3 ഓപ്ഷൻ A ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അടുത്തിടെ ലോകാരോഗ്യ സംഘടന R21 മാട്രിക്സ് M വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോടുകൂടെ അംഗീകരിച്ചത് എന്നതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് 33-ാം ചോദ്യത്തിന്റെ ഈ ഒരു ഉത്തരം എന്ന് പറയുന്നത് മലേറിയയാണ്. വീണ്ടും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. അടുത്തിടെ ലോകാരോഗ്യ സംഘടന R21 മെട്രിക്സ് M എന്ന് പറയുന്ന വാക്സിൻ, ചിലപ്പം ഈ മലേറിയയുമായി ബന്ധപ്പെടുത്തിയിട്ട് ആ മരുന്ന് ഏതാണെന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കണം. R21 മെട്രിക്സ് M എന്ന് പറയുന്ന വാക്സിനാണ്. ഇത് ലോകാരോഗ്യ സംഘടന ഈ പറയുന്ന മലേറിയ രോഗത്തെ പ്രതിരോധിക്കാനായിട്ട് മുൻകൂർ യോഗ്യതയോടുകൂടി അംഗീകരിച്ചു എന്ന കാര്യം ഓർത്തിരിക്കുക.
താഴെ നൽകിയിരിക്കുന്ന അവകാശവാദവും കാരണവും ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. അവകാശവാദം കൊടുത്തിരിക്കുന്ന ഹൃദയമിടിപ്പ് നിലയ്ക്കുമ്പോൾ അത് ഹൃദയസ്തംഭനം എന്നറിയപ്പെടുന്നു എന്നാണ്. കാരണം കൊടുത്തിരിക്കുന്ന ഹൃദയസ്തംഭനം മൂലം ഹൃദയാഘാതം സംഭവിക്കുന്നു എന്നാണ് ഇവിടെ കാരണം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, അവകാശവാദം എന്താണ്? ഹൃദയമിടിപ്പ് നിലയ്ക്കുമ്പോൾ അത് ഹൃദയസ്തംഭനം എന്നറിയപ്പെടുന്നു എന്നതാണ് അവകാശവാദം കൊടുത്തിരിക്കുന്നത്. അതൊരു ശരിയായിട്ടുള്ള ഒരു അവകാശവാദം തന്നെയാണ്. എന്നാൽ ഇവിടെ കാരണമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് തെറ്റാണ്. ഹൃദയസ്തംഭനം മൂലം ഹൃദയാഘാതം സംഭവിക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? ഒരു കാരണമായിട്ട് കൊടുത്തിരിക്കുന്നത് തെറ്റാണ്. അപ്പോൾ വാദം ശരിയാണ്, പക്ഷെ കാരണം തെറ്റാണ് എന്ന ഓപ്ഷനാണ് ശരി. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ബെർബറിയെ സംബന്ധിച്ച ശരിയായ ഓപ്ഷൻ ഏതെന്ന് തിരഞ്ഞെടുക്കുക. അപ്പോൾ നമ്മൾ ബെർബറിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരണം. B1 എന്ന് പറയുന്ന ആ ഒരു വിറ്റാമിൻ്റെ ഡെഫിഷ്യൻസി മൂലമാണ് ബെർബറി ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കുക, ഇവിടെ B2 വിറ്റാമിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ശരിയായിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാനാണ്. തയാമിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് വിറ്റാമിനുകളുടെ ശാസ്ത്രീയ നാമമാണ്. അതായത് നമ്മൾ B1ന്റെ ശാസ്ത്രീയ നാമമാണ് തയാമിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ശിശുക്കളിലും ചെറിയ കുട്ടികളിലുമുള്ള പോഷകാഹാര വൈകല്യമാണെന്ന് പറയുന്നു. അപ്പോൾ അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. നമ്മൾ അങ്ങനെയൊന്നും പഠിക്കുന്നില്ല. ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായിട്ട് മിനുക്കിയ അരി ഉൾപ്പെടുത്തുന്നതായി കണ്ടുവരുന്നു. വിറ്റാമിൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ്. നമ്മുടെ മനസ്സിലേക്ക് വരണം. വിറ്റാമിൻ B1 പ്രധാനമായിട്ടും കാണപ്പെടുന്ന അരിയുടെ തവിടിലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ മിനുക്കിയ അരി എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ള റൈസ് ആണ്. അതിൽ തവിടിന്റെ ആ ഒരു അംശം ഉണ്ടായിരിക്കില്ല. അപ്പോൾ അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ന്യൂറൈറ്റീസ്, പക്ഷാഘാതം, പേശിവേദന, മാനസിക തകർച്ച, ഹൃദയസ്തംഭനം എന്നിവയാണ് ലക്ഷണങ്ങൾ. ഇതും എന്താണ്? ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, 1ഉം 4ഉം എന്താണ്? അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 1ഉം 4ഉം നമ്മുടെ ഓപ്ഷനിൽ നിർബന്ധമായിട്ടും വരണം. ഇനി അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും 1ഉം 4ഉം എന്താണ്? നമ്മുടെ ഓപ്ഷനിൽ നിർബന്ധമായിട്ടും വന്നിരിക്കണം. അങ്ങനെയുള്ള ഓപ്ഷനുകളാണ് നമ്മളിവിടെ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 1, 4 എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷനിൽ, ഈ പറയുന്ന 35ാമത്തെ ചോദ്യത്തിന്റെ ഓപ്ഷനിൽ വരണം. 1 വരാൻ പാടില്ല, 2ഉം അതേപോലെ തന്നെ 4ഉം വരണം. 2ഉം 4ഉം വരണം. 2ഉം 4ഉം വരണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓപ്ഷൻ ഡിയും ഉണ്ട്, ഓപ്ഷൻ എയും ഉണ്ട്. ഒരു 50-50 ചാൻസ് ആണ്. അഞ്ചാമത്തെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഓപ്ഷൻ എ ആണ് നമ്മൾ പോയിട്ട് കറപ്പിക്കേണ്ടത്. അതേ സമയത്ത് ഇവിടെ നമുക്ക് 3, ഈ 1 എന്ന് പറയുന്നത് വരാൻ പാടില്ല, 3 എന്ന് പറയുന്നത് വരാനും പാടില്ല. അത് നമുക്കറിയാമെങ്കിലും നമുക്ക് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അങ്ങനെയും ഡിലീറ്റ് ചെയ്തിട്ട് ഓപ്ഷൻ എയിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക. B2 വിറ്റാമിൻ്റെ അഭാവം മൂലമല്ല, B1ന്റെ അഭാവം മൂലമാണ്. അതിൻ്റെ ശാസ്ത്രീയ നാമമാണ് തയാമിൻ. അതുപോലെ തന്നെ ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായിട്ട് മിനുക്കിയ അരി ഉൾപ്പെടുത്തുന്നതായിട്ട് കണ്ടുവരുന്നു. അതായത് തവിടിലാണ് ഇത് കാണപ്പെടുന്നത്. ന്യൂറൈറ്റീസ്, പക്ഷാഘാതം, പേശിവേദന, മാനസിക തകർച്ച, ഹൃദയസ്തംഭനം എന്നിവയാണ് ലക്ഷണങ്ങൾ. അത് ഓർത്തിരിക്കുക. ന്യൂറൈറ്റീസ്, പക്ഷാഘാതം, പേശിവേദന, മാനസിക തകർച്ച, ഹൃദയസ്തംഭനം. അപ്പോൾ മാനസിക തകർച്ച, അതേപോലെ തന്നെ പേശിവേദന, പിന്നെ പക്ഷാഘാതം, ന്യൂറൈറ്റീസ്, ഹൃദയസ്തംഭനം, ഈ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത് 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥ വ്യതിയാന സമ്മേളനം COP28 നടന്നത് എവിടെ വെച്ചാണ് എന്നതാണ് 36ാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇത് PS റിപ്പീറ്റായി ചോദിക്കും. ഉത്തരമായിട്ട് വരെ UAE ആണ്. എന്നാൽ നമ്മളോട് ഇനി ചോദിക്കാൻ പോകുന്ന 2024മായി ബേസ് ചെയ്താണെങ്കിൽ അവിടെ കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയായിരിക്കുന്ന ബാക്കു ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഈ ബാക്കു എവിടെയാണെന്ന് ചോദിച്ചാൽ അസർബൈജാനിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. എവിടെയാണ്? അസർബൈജാനിലാണെന്ന കാര്യം ഓർക്കുക. ഇനി 2025 COP30 നടക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അത് ബ്രസീലിലാണ്. അപ്പോൾ ഇവിടെ COP28 ആണ് ഇവിടെ വെച്ച് നടന്നത്, UAE വെച്ച് നടന്നത്, ദുബായിലെ UAE വെച്ച് നടന്നത്. ഇനി നമ്മുടെ ഈ പറയുന്ന COP29 ആണ് 2024 നടന്നത് ഇവിടെ ബാക്കു എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അസർബൈജാനിൽ. ഇനി നമ്മുടെ COP25 നടന്നത്, COP30 അത് 2025 നടക്കാൻ പോകുന്നത് എവിടെയാണ്? ബ്രസീലിലാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. T ലിംഫോസൈറ്റിന്റെ വേർതിരിക്കലിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഗ്രന്ഥി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ബി ആണ്, തൈമസ് ഗ്രന്ഥി എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്തത് ഏത് താപനിലയിൽ സെന്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമായിരിക്കുമെന്ന് ചോദിച്ചാൽ -40 ഡിഗ്രിയിലാണ്. നമ്മൾ പഠിക്കാറുള്ളതാണ്, PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുണ്ട്, ഇതിന്റെ കൺവേർഷൻ ചോദിക്കാറുണ്ട്. അതായത് നമുക്കിപ്പോൾ ഒരു കെൽവിൻ സ്കെയിലുള്ള ഒരു റീഡിങ് നമുക്ക് കണ്ടുപിടിക്കണം. നമുക്കിപ്പോൾ ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ 273.15 കൊണ്ട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? കെൽവിൻ സ്കെയിലുള്ള ഒരു വാല്യൂ കിട്ടും. ഇനി നിങ്ങൾക്ക് കെൽവിൻ സ്കെയിലുള്ള വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ 273.15 നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡിഗ്രി സെൽഷ്യസിലുള്ള വാല്യൂ കിട്ടും. ഇനി ഈ ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു വാല്യൂ നിങ്ങൾക്ക് തരികയാണ്, അതിനോട് നമുക്ക് ഫാരൻഹീറ്റിലേക്ക് മാറ്റാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഗ്രി സെൽഷ്യസിലുള്ള വാല്യൂ ഇൻറ്റു 9/5 ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനോടൊപ്പം ഒരു 32 കൂട്ടിക്കഴിഞ്ഞാൽ ഫാരൻഹീറ്റിലുള്ള വാല്യൂസ് നമുക്ക് കിട്ടും. ഈ രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മൾ ഡിഗ്രി കൺവേർഷനുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത്. ഇനി ഇത് ഏറ്റവും കൂടുതലായിട്ട് PSC ഈ ഒരു മേഖലയിൽ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇവിടെ നൽകി കഴിഞ്ഞു, -40 ഡിഗ്രിയാണ്. മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഫാരൻഹീറ്റ് റീഡിംഗ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 32 ഫാരൻഹീറ്റ് റീഡിംഗ് ആണ്, ഡിഗ്രി ഫാരൻ ആണ്.
അതേ സമയത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കെൽവിൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ് 273 KL കെൽവിനാണ്, അല്ലെങ്കിൽ 273.15 കെൽവിൻ എന്നാണ് വരിക. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ പറയുന്ന ഫാരൻഹീറ്റ് റീഡിംഗ് ചോദിച്ചാൽ അത് 212 ആണെന്ന് കാണാപ്പാഠം പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന കെൽവിൻ ആണെങ്കിലോ 100നോട് 273 കൂട്ടിയാൽ 373 കെൽവിൻ എന്നാണ് വരുന്നത്. ഇത് PSC റിപ്പീറ്റ് ആയി ചോദിക്കുന്നതാണ്. ഒപ്പം ഈ പറയുന്ന ഇതും PSC റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഇനി ഈ പറയുന്ന നെഗറ്റീവ് ഇല്ലാത്തത്, ഇപ്പം നമ്മൾ -40 ഡിഗ്രി എന്നൊക്കെ കണ്ടില്ലേ, അതില്ലാത്ത സ്കെയിൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കെൽവിൻ സ്കെയിലാണ്. അതും പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് പ്രകാശ തീവ്രതയ്ക്ക് അനുപാതികമാണ്. നമുക്കറിയാം, ഒരു ഇതിലേക്ക് പ്രകാശം വന്ന് തട്ടുമ്പോൾ ഇലക്ട്രോണുകൾ ഇജക്റ്റ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു തീവ്രതയാണ് അവിടെ ആശ്രയിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 39ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? പ്രകാശ തീവ്രതയ്ക്ക് അനുപാതികമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഒരു നിശ്ചിത ആവൃത്തിയിലുള്ള പ്രകാശം ഒരു ലോകപ്രതലത്തിൽ പതിക്കുമ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോണുകൾ പുറപ്പെടുവിക്കുകയോ അല്ലെങ്കിൽ പുറന്തള്ളപ്പെടുകയോ ചെയ്യുന്ന ആ ഒരു പ്രതിഭാസമാണല്ലോ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അപ്പോൾ ആ ഒരു ഇലക്ട്രോണുകൾ പുറപ്പെടുവിക്കുന്ന അതിനെ എന്ത് ഡിപ്പെൻഡ് ചെയ്യും? ഈ പ്രകാശത്തിന്റെ തീവ്രതയ്ക്ക് അനുപാതികമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഒരു വൈദ്യുത കാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ എന്താണ് മാറ്റമില്ലാത്തത് എന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ആവൃത്തിക്ക് മാറ്റമില്ല എന്ന കാര്യം ഓർക്കുക. എന്താണ്? ഒരു വൈദ്യുത കാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ എന്തിനാണ് മാറ്റമില്ലാത്തത് എന്ന് ചോദിച്ചാൽ എന്താണ്? ആവൃത്തിക്ക് മാറ്റമില്ല എന്ന കാര്യം ഓർത്തിരിക്കുക. ആവൃത്തിക്ക് മാറ്റമില്ല എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ചന്ദ്രയാൻ 3 റോവർ താഴെ പറയുന്നവയിൽ എന്തിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു എന്നതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരപ്രകാരം എയും സിയുമാണ്, അതായത് ഓക്സിജന്റെയും സൾഫറിന്റെയും സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ പറയുന്ന ചന്ദ്രയാൻ 3ന്റെ റോവർ. ആ റോവറിന്റെ പേരൊക്കെ ഇനി പരീക്ഷയ്ക്ക് ചോദിക്കും. പ്രഗ്യാൻ എന്നാണ് അതിൻ്റെ പേര്. ഇനി ഇതിൻ്റെ ലാൻഡറിന്റെ പേര് വിക്രം എന്നാണ്. ഈ ഒരു ലാൻഡറിന്റെ പേര് അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ സ്ഥിരീകരിച്ചിരിക്കുന്ന നമ്മുടെ ഈ ഒരു ഓപ്ഷൻ പ്രകാരം അത് ഏതൊക്കെയാണ്? ഈ ഓക്സിജനും അതേപോലെ തന്നെ സൾഫറുമാണ്. ഇതിന് പുറമെ അവിടെ അലുമിനിയത്തിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്താണ്? അലുമിനിയത്തിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കാൽസ്യത്തിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അയണിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ക്രോമിയത്തിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പിന്നെ ടൈറ്റാനിയത്തിൻ്റെ സാന്നിധ്യം, ഇതൊക്കെ പത്രത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ടൈറ്റാനിയത്തിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പിന്നെ മാഗ്നീസിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാംഗനീസിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. സിലിക്കൺ, ഓക്സിജൻ എന്നിവയുടെ സാന്നിധ്യമൊക്കെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ സൾഫറിനും ഓക്സിജനും പുറമെ ഈ പറയുന്ന അലുമിനിയം, കാൽസ്യം, അയൺ, ക്രോമിയം, ടൈറ്റാനിയം, മാഗ്നീസ്, സിലിക്കൺ, എന്നതിൻ്റെയൊക്കെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. ചിലപ്പോൾ നാളത്തെ പരീക്ഷയ്ക്ക് ഈ പറഞ്ഞ ഓക്സിജനും സൾഫറിനും പകരമായിട്ട് മറ്റ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളായിരിക്കും തരിക. ഒരിക്കൽ കൂടി പറയാം, ഓക്സിജൻ, സൾഫർ, അതിന് പുറമെ ഏതെല്ലാമാണ് നമ്മളിവിടെ പറഞ്ഞത്? ഓക്സിജനും സൾഫറിനും പുറമെ അലുമിനിയം, കാൽസ്യം, അയൺ, ക്രോമിയം, ടൈറ്റാനിയം, മാംഗനീസ്, സിലിക്കൺ. അലുമിനിയം, ക്രോമിയം, അയൺ, ടൈറ്റാനിയം, മാംഗനീസ്, സിലിക്കൺ എന്നീ കാര്യങ്ങൾ ഓർക്കുക. പിന്നെ ഓക്സിജനും സൾഫറും. ഇനി അടുത്തത് അക്കോറീജിയ എന്തിൻ്റെ ഒരു മിശ്രിതമാണെന്നാണ് ചോദ്യം. നമുക്കറിയാം, നമ്മുടെ സിലബസിൽ അക്കോറീജിയ എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. അവിടെ നിന്ന് PSC എപ്പോഴും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അക്കോറീജിയ എന്ന് പറയുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും അതേപോലെ തന്നെ നൈട്രിക് ആസിഡിൻ്റെയും മിശ്രിതമാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഈ ഒരു ചോദ്യം. ഇവിടെ ആ ഒരു റേഷ്യോ ചോദിക്കും. ഇത് എങ്ങനെയാണ് ഇതിൽ ആ ഒരു റേഷ്യോ, ഇത് ആഡ് ചെയ്യുന്ന റേഷ്യോ എന്ന് പറയും. അവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് അതേപോലെ തന്നെ ഈ നൈട്രിക് ആസിഡ് എന്നതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:3 ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. എന്താണ് 1:3? അതായത് ഗാഢ നൈട്രിക് ഹൈഡ്രോക്ലോറിക് ആസിഡ് റേഷ്യോ ആണ് 1:3. 1 ഉദ്ദേശിക്കുന്നത് നൈട്രിക്കും 3 ഉദ്ദേശിക്കുന്നത് HCl-ഉമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ എന്താണ്? രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്ന ലോകങ്ങളിൽ രാജപദവിയിലുള്ള സ്വർണത്തെ അലിയിക്കുന്നത് കൊണ്ടാണ് ഇതിന് രാജകീയ ദ്രാവകം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോയിന്റ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രാജകീയ ദ്രാവകം അക്കോറീജിയ, സ്വർണത്തെ അലിയിപ്പിക്കുന്ന ദ്രാവകം അക്കോറീജിയ. അതേപോലെ തന്നെ ഇതിൻ്റെ ആ റേഷ്യോ 1:3, അതിൽ 1 HNO3 ആണ്, 3 എന്ന് പറയുന്നത് HCl ആണ്. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും തമ്മിലുള്ള മിശ്രിതമാണ് അക്കോറീജിയ എന്ന കാര്യം ഓർത്തിരിക്കുക. വാഷിംഗ് സോഡയുടെ രാസസൂത്രവാക്യം ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. വാഷിംഗ് സോഡയുടെ രാസസൂത്രവാക്യം എന്ന് പറയുന്നത് Na2CO3 10H2O എന്നതാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് അലക്കുകാരം അല്ലെങ്കിൽ വാഷിംഗ് സോഡ Na2CO3 10H2O, നമ്മൾ സോഡിയം കാർബണേറ്റ് എന്നാണ് പറയുക. ഇതിനോടൊപ്പം തന്നെ ഇവിടെ NaHCO3 എന്ന് നൽകിയിട്ടുണ്ട്. അത് എന്ന് പറയുന്നത് നമ്മൾ പറയും അപ്പം കഴിച്ചിട്ട് ബൈ പറഞ്ഞു പോകാമെന്ന് പറയും. അത് സോഡിയം ബൈ കാർബണേറ്റ് ആണ്. സോഡിയം കാർബണേറ്റ് അലക്കുകാരം, അപ്പക്കാരം എന്ന് പറയുമ്പോൾ അപ്പം കഴിച്ചിട്ട് ബൈ പറഞ്ഞു പോവുക. അപ്പോൾ സോഡിയം ബൈ കാർബണേറ്റ് എന്നാണ് വരിക. അതിൻ്റെ
ഇവിടെ രാസസൂത്രവാക്യമാണ് NaHCO3 എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തായിട്ട് പറയുന്നത് സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതെന്നാണ് 44ാമത്തെ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് 44ാമത്തെ ചോദ്യത്തിൽ ഓപ്ഷൻ ബി അലുമിനിയമാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി നമ്മുടെ അടുത്ത ചോദ്യം ദ്രവ്യത്തിന്റെ ആറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ആര് എന്നാണ്. അവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം ജോൺ ഡാൾട്ടൺ ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത ആരെന്നാണ്. ഇതും പണ്ട് മുതലേ ചോദിക്കുന്നതാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. വാങ്കേരി മാത്തേയ് എന്നതാണ് ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി ഇതാ സിറ്റാഡൽ എന്ന നോവലിന്റെ രചയിതാവായിട്ടുള്ള ഒരു ഡോക്ടറാണ്. ആരാണ് ഈ നോവലിന്റെ രചയിതാവ് എന്നതാണ് നമ്മുടെ ചോദ്യമായിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 47ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരാം. ഓപ്ഷൻ ഡി ആണ്. AJ ക്രോണിൻ എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ദ സിറ്റാഡൽ എന്ന് പറയുന്ന ആ ഒരു നോവൽ രചിച്ചത് AJ ക്രോണിൻ ആണ്. ദ സിറ്റാഡൽ എന്ന് പറയുന്ന നോവൽ രചിച്ചത് AJ ക്രോണിൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി മറ്റൊന്ന്, കേരളത്തിലെ ഏത് ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അലാമിക്കളി എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ കലാസാഹിത്യം എന്ന് പറയുന്ന മേഖലയിൽ വീണ്ടും ചോദിക്കാം. ഉത്തരമായിട്ട് വരേണ്ടത് കാസർഗോഡ് എന്നതാണ്. അപ്പോൾ അലാമിക്കളി എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയുമായി ബന്ധപ്പെട്ടതാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് സൂക്ഷിച്ചു നോക്കൂ, കവിതയല്ലാതെ എന്തുണ്ട് ഭൂമിയിൽ, എല്ലാത്തിലും കവിത ദർശിച്ച ഈ മഹാകവി ആര് എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ ഈ 49ാമത്തെ ചോദ്യത്തിന് ഉത്തരം P കുഞ്ഞിരാമൻ നായർ എന്നതാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. P കുഞ്ഞിരാമൻ നായർ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. 2023 പുറത്തിറങ്ങിയ ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയതാരെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ്. എബ്രഹാം വർഗീസ് എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. LDC പരീക്ഷയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യപേപ്പറുകളും അവയുടെ ഫൈനൽ ആൻസറിംഗ് പ്രകാരമുള്ള ഉത്തരങ്ങളുമാണ്. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്ന ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് രേഖപ്പെടുത്തുക എന്നതാണ്. ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം എന്നിവിടെ നൽകിയിട്ടുണ്ട്. അത് ശരിയായിട്ടുള്ള ഒന്നാണ്. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട കൃതിയാണ് ആത്മോപദേശ ശതകം. രണ്ടാമത് കൊടുത്തിരിക്കുന്ന ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതും എന്താണ് ശരിയായിട്ടുള്ള ഒന്നാണ്. ഇനി അടുത്തത് വൈകുണ്ഠ സ്വാമികൾ പ്രാചീന മലയാളം എന്നാണ് നൽകിയിരിക്കുന്നത്. അത് തെറ്റായിട്ടുള്ള ഒന്നാണ്. നമുക്കറിയാം പ്രാചീന മലയാളം എന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട കൃതിയാണ്. വാക്പിടാനന്ദൻ അഭിനവ കേരളം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതും ശരിയായിട്ടുള്ള ഒന്നാണ്. അതായത് ഇവിടെ 1, 2, 4 ശരി. 1, 2, 4 ശരിയായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കിൽ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചൊക്കെ പറയുന്ന ഭാഗത്ത് കുറച്ച് കൃതികൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ നവോത്ഥാന നായകന്മാരുമായി ബന്ധപ്പെട്ട കൃതികളൊക്കെ തന്നെ SCRTയിൽ നിന്നാണ് വരുന്നത്. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം എന്നിവയാണ് അവിടെ പറയുന്ന കൃതികൾ. ഇനി ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, അതുപോലെ തന്നെ ആദിഭാഷ, അദ്വൈത ചിന്താ പദ്ധതി എന്നിവയാണ് പറയുന്ന കൃതികൾ. അപ്പോൾ ഈ പറയുന്ന കൃതികളൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. അപ്പോൾ ഇവിടെ വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ട് എപ്പോഴും PSC ചോദിക്കുന്നതാണ്. അഖിലത്തിരുട്ട് അമ്മാനെ, അതുപോലെ തന്നെ അരുൾനൂൽ എന്നിവയാണ് വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ട പ്രധാന കൃതികൾ. വാക്പടാന്തരുമായി ബന്ധപ്പെട്ട് അഭിനവ കേരളം എന്നതും ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, വാക്പടാനന്ദൻ എന്നിവയാണ് കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. പ്രാചീന മലയാളം എന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളെയും നേതൃത്വം നൽകിയവരെയും ചേരുംപടി ചേർക്കുക എന്നതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ കാൺപൂർ എന്നാണ് ഇവിടെ ഒന്നാമത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പഠിക്കാറുള്ളതാണ്, ഓർത്തിരിക്കാൻ വേണ്ടി. നാനാ കാര്യങ്ങളും കാണാം എന്നാണ് പഠിക്കുന്നത്. എന്താണ് നാനാ കാര്യങ്ങളും കാണാം എന്നാണ് പഠിക്കുന്നത്. അതിൽ നിന്ന് നാനാ സാഹിബ്, കാണാം, കാൺപൂർ. ആ ഒരു രീതിയിൽ ഓർക്കുകയാണെങ്കിൽ 1 എന്ന് പറയുന്നത് 3 ബന്ധിപ്പിക്കുന്നു. അങ്ങനെ ബന്ധിപ്പിക്കുന്ന ഒറ്റൊരു ഓപ്ഷനേ ഇവിടെയുള്ളൂ. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക. ബീഹാർ എന്ന് പറയുമ്പോൾ അത് കൺവർ സിംഗുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ഡൽഹി എന്ന് പറയുമ്പോൾ ബഹദൂർ ഷാ രണ്ടാമനാണ് നേതൃത്വം നൽകുന്നത്. ഝാൻസി പിന്നെ നമുക്കറിയാം, ഝാൻസി റാണി എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്, റാണി ലക്ഷ്മിബായി. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു. ഉത്തരമായിട്ട് വരേണ്ടത് ലാഹോർ സമ്മേളനമാണ്. നമ്മൾ ഇതിനു മുമ്പത്തെ ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടപ്പോൾ അവിടെ പറഞ്ഞതാണ്. PSC പരീക്ഷയ്ക്ക് ഇപ്പോൾ ഈ INC സമ്മേളനത്തിൽ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമ്മേളനമാണ് ഇത്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും അവിടെ നമ്മുടെ പരീക്ഷയിൽ തെറ്റായത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നു. അതിൽ ശരിയായിട്ട് തന്ന ആ ഒരു ഓപ്ഷൻസ് ആണ് ഇവിടെ ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നല്ല രീതിയിൽ ഒന്ന് നോക്കിയിട്ട് പോവുക. ഇനി അടുത്തത് ചൈനയെ ആധുനീകരിക്കാൻ സന്യാസൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക എന്നതാണ്. മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക എന്ന് പറയുന്നത് ശരിയാണ്. ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക എന്ന് പറയുന്നത് ശരിയാണ്.
ഇനി മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക എന്ന് പറയുന്നതും ശരിയാണ്. ഇത് പരീക്ഷയ്ക്ക് ശരിക്കും സാധാരണ വരാറുള്ളത് സന്യാസണിന്റെ 3 തത്വങ്ങൾ എന്ന് പറഞ്ഞാണ്, അല്ലെങ്കിൽ സന്യാസണിന്റെ ആശയങ്ങൾ അല്ലെങ്കിൽ 3 തത്വങ്ങൾ എന്ന് പറഞ്ഞാണ്. അതിൽ ഒന്നാമത്തതാണ് ദേശീയത എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഒന്നാമത്തെ ആ ഒരു ഡെഫിനിഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക, അതായത് അദ്ദേഹം ഈ ദേശീയത കൊണ്ട് ഉദ്ദേശിച്ചത് അതാണ്. ഇനി രണ്ടാമത്തത് എന്ന് പറയുന്നത് ജനാധിപത്യമാണ്. ജനാധിപത്യം അവിടെ സ്ഥാപിക്കുക, അതായിരുന്നു രണ്ടാമത്. അതാണ് ജനാധിപത്യം സ്ഥാപിക്കുക എന്നത്. മൂന്നാമത്തത് എന്ന് പറയുന്നത് സോഷ്യലിസമാണ്. അതാണ് ഇവിടെ മൂന്നാമതായിട്ട് കൊടുത്തിരിക്കുന്നത്. സോഷ്യലിസത്തിന്റെ ഒരു ഡെഫിനിഷൻ, അതായത് അദ്ദേഹം അതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക എന്നതാണ് അവിടെ ഉദ്ദേശിച്ചത്. അപ്പൊ ഇവിടെ പരീക്ഷിക്കുവാണെങ്കിൽ ചോദിക്കും, ഈ പറയുന്ന സന്യാസനിന്റെ 3 തത്വങ്ങളിൽ പെടാത്തത് ഏത് എന്ന് ചോദിക്കും. അപ്പോൾ അവിടെ ഈ 3 എണ്ണമായിരിക്കും കൊടുക്കുക: ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ഇതിൽ പെടാത്തതായിരിക്കും നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ ഒരു പോയിന്റും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കണം. അതിന്റെ ഒരു ഡെഫിനിഷൻ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ് ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ തന്നത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ എല്ലാം ശരി എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് 5ാമത് ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണനാ ക്രമത്തിൽ രേഖപ്പെടുത്തുക എന്നതാണ്. ഇവിടെ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, ബോസ്റ്റൺ ടീ പാർട്ടി, പാരീസ് ഉടമ്പടി, ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. ഇത് നമ്മുടെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം ആദ്യം നടന്നിരിക്കുന്നത് ബോസ്റ്റൺ ടീ പാർട്ടിയാണ്. അപ്പോൾ 2 വെച്ച് തുടങ്ങുന്ന ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഓപ്ഷൻ സി മാത്രമേ അങ്ങനെയുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്ന അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം 1773 ഡിസംബർ 17, ഈ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ഡേറ്റ് ആണ്. 1773 ഡിസംബർ 16-ാം തീയതിയാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന ആ ഒരു സംഭവം നടക്കുന്നത്. അതേപോലെ തന്നെ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം, അതേപോലെ തന്നെ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം, ഇത് നടക്കുന്ന 1774-ലും 1775-ലുമാണ് യഥാക്രമം. അപ്പോൾ ഇവിടെ രണ്ടാമത് സംഭവിച്ചിരിക്കുന്നത് ഇതാണ്. ഒന്നാമത് സംഭവിച്ചിരിക്കുന്നത് ബോസ്റ്റൺ ടീ പാർട്ടിയാണ്. അതിനുശേഷം ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം വരുന്നത് 1776 ജൂലൈ മാസം 4-ാം തീയതിയാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. അതാണ് മൂന്നാമത് വരുന്നത്. ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് ആരാന്നൊക്കെ PSC എപ്പോഴും ചോദിക്കും. തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അമേരിക്കയ്ക്ക് ഈ സ്വാതന്ത്ര്യമൊക്കെ അനുവദിച്ചു കൊടുക്കുന്ന, ആ 13ഓളം കോളനികൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്ന ആ ഒരു ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി. 1783-ലാണ് എന്ന കാര്യം കൂടി ഓർക്കുക. അവിടെ പാരീസ് ഉടമ്പടി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അവിടെ നമ്മുടെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ പാരീസ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഇത് പഠിക്കാതെ പോകുന്ന ഒരാൾ പെട്ടെന്ന് ഫ്രഞ്ച് ആ ഒരു മേഖലയിലേക്ക് ചിന്തിച്ചു പോകും. പക്ഷെ അത് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. ആദ്യം ബോസ്റ്റൺ ടീ പാർട്ടി, അതിനുശേഷം ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, അതിനുശേഷം അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, ഏറ്റവും അവസാനമായിട്ട് പാരീസ് ഉടമ്പടി. ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചത് എന്നതാണ് 6ാമത്തെ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് ഉത്തരാഖണ്ഡ് ആണ്. ഇനി അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭൂമിയിലെ കാലാവസ്ഥ സ്വാധീനിക്കുന്ന പ്രധാന വാതകം ഏതെന്നാണ്. ഉത്തരമായിട്ട് വരേണ്ടത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. നമുക്കറിയാം ആ ഒരു ഓർഡർ, നമ്മുടെ അന്തരീക്ഷത്തിലെ വാതകത്തിന്റെ ഓർഡർ നമ്മൾ നോ AC എന്നാണ് പഠിക്കുക. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. നോ AC എന്ന് ഓർക്കും. അതിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന ഹൈഡ്രജൻ ഒരു 78%, പിന്നെ ഒരു 20-21% നമ്മുടെ ഓക്സിജൻ വരുന്നു. എന്ന് പറഞ്ഞാൽ ആർഗൺ ആണ്. 0.93% ആർഗൺ വരുന്നുണ്ട്. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് 0.037% അത് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട നോ AC എന്ന് പറയുന്ന ഓർഡർ ഏറ്റവും ടോപ്പിൽ നൈട്രജൻ, പിന്നെ ഓക്സിജൻ, പിന്നെ ആർഗൺ, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ്. ഇതൊന്ന് ഓർത്ത് വെക്കുക. ഇനി നമ്മുടെ അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം ചോദിക്കുകയാണ്. ഇത് പണ്ട് മുതലേ PSC പരീക്ഷയിൽ ചോദിക്കുന്നതാണ്. പശ്ചിമ അസ്വസ്ഥത എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക. പശ്ചിമ അസ്വസ്ഥത എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പാദനത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത് എന്നതാണ് നമ്മുടെ ചോദ്യം. ഏറ്റവും വലിയ എണ്ണപ്പാടം ജാരിയ ആണ് എന്നാണ് നൽകിയിരിക്കുന്നത്. അത് തെറ്റാണ്. ഏറ്റവും വലിയ എണ്ണപ്പാടം സുന്ദർഗഡ് തെറ്റാണ്. ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണെന്നതാണ് നമ്മുടെ ശരി. ഇവിടെ ഈ ഒന്നാമത് തന്നിരിക്കുന്ന ഓപ്ഷൻ എയിൽ കൊടുത്തിരിക്കുന്ന അത് PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അവിടെ ഉത്തരമായിട്ട് വരേണ്ട ജാർഖണ്ഡിലെ ജാരിയ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ആ ഒരു രീതിയിലും PSC റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ് അത്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതെന്ന് തിരിച്ചറിയുക. ദേശീയ ജലപാത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കൃത്യമായിട്ട് PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്ന ഗതാഗതം എന്ന് പറയുന്ന മേഖലയാണ്. അപ്പോൾ ഇവിടെ കേരളത്തിലൂടെ കടന്നു പോകുന്നത് ദേശീയ ജലപാത 3 ആണെന്ന കാര്യം ഓർത്തിരിക്കുക. നമുക്കറിയാം ദേശീയ ജലപാതയുമായി ബന്ധപ്പെട്ട് PSC പരീക്ഷയിൽ
കൃത്യമായിട്ട് ഓരോ പരീക്ഷയിലും റിപ്പീറ്റ് ആയിട്ട് ഈ ചോദ്യം വരാറുണ്ട്. അത് കൃത്യമായിട്ട് ഓരോ ദേശീയ ജലപാതയും 1 മുതൽ 5 വരെയുള്ള ദേശീയ ജലപാതയെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അത് ദേശീയ ജലപാത 3 എന്ന കാര്യം ഓർക്കണം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ ഏതാണ്? അപ്പോൾ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ വയനാട് ജില്ലയിൽ ഇല്ല, പത്തനംതിട്ട, പാലക്കാട്, വയനാട് ഇത്രയും ജില്ലകളിൽ ഇല്ല. അതുപോലെ ഇടുക്കിയിലും ഇല്ല. ഇടുക്കി, പത്തനംതിട്ട, പാലക്കാട്, വയനാട് ഇത്രയും ജില്ലകളിൽ എന്തില്ല? ഈ പറയുന്ന കണ്ടൽ വനങ്ങൾ ഇല്ല എന്ന കാര്യം ഓർക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ജില്ലകളിൽ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് പാലക്കാട്, ഇടുക്കി എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 11ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് പാലക്കാടിലും ഇടുക്കിയിലും മാത്രമെന്നല്ല, മറിച്ച് നമ്മുടെ ഈ പറയുന്ന വയനാട്ടിലും അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിലും ഇത് കാണുന്നില്ല. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്ന കണ്ണൂരിലാണെന്ന കാര്യം ഒന്ന് ഓർത്തിരിക്കുക. 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സന്തോഷമുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഫിൻലാൻഡ് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. നമുക്കറിയാം മാനവ സന്തോഷ സൂചിക അത് വികസിപ്പിച്ചത് ഭൂട്ടാനാണെന്ന് നമുക്കറിയാം. 2024 മാനവ സന്തോഷ റിപ്പോർട്ട് പ്രകാരം 1ാം സ്ഥാനം നേടിയ രാജ്യം ചോദിക്കുകയാണെങ്കിൽ അത് ഫിൻലാൻഡ് ആണ്. രണ്ടാമത് ഇവിടെ ഓപ്ഷൻ ബിയിൽ തന്നിരിക്കുന്ന ഡെൻമാർക്കാണ് 2ാം സ്ഥാനത്ത് വരുന്നത്. 2ാം സ്ഥാനത്ത് വരുന്നത് ഡെൻമാർക്കാണ്. അപ്പോൾ ഫിൻലാൻഡ് 1ാം സ്ഥാനത്ത്, 2ാം സ്ഥാനത്ത് ഡെൻമാർക്ക്. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 126 ആണ്. ഇന്ത്യയുടെ സ്ഥാനം എന്താണ്? 1ഉം 2ഉം അല്ല, 6ാമതാണ്. അതായത് 126. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. 1, 2, 6. അപ്പോൾ ഇവിടെ എന്താണ്? ഇന്ത്യയുടെ സ്ഥാനം 1, 2, 6 126 ആണെന്ന കാര്യം ഓർക്കുക. 1ാമത് ഫിൻലാൻഡ്, 2ാമത് ഡെൻമാർക്കാണ്. പിന്നെ ഇത് വികസിപ്പിച്ച ആരാന്ന് വെച്ചാൽ അത് ഭൂട്ടാനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മുടെ അടുത്ത ചോദ്യം, ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയുമായിട്ട് സംയോജിപ്പിക്കുന്നതിനെ എന്തെന്നാണ് പറയുക എന്നാണ് നമ്മുടെ ചോദ്യം. ഇതൊക്കെ PSC റിപ്പീറ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നവസാമ്പത്തികവൽക്കരണം എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ആഗോളവൽക്കരണമാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്തത് 2ാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് PC മഹൽനോബിസ് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗിന്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ന്യൂഡൽഹിയിലാണ്. അപ്പോൾ ഇവിടെ PSC റിപ്പീറ്റ് ആയി ചോദിക്കുന്ന ഒരു ഡേറ്റ് ആണ് നീതി ആയോഗ് നിലവിൽ വന്ന തീയതി 2015 ജനുവരി 1 എന്നതും ഈ ഒരു ചോദ്യത്തോടൊപ്പം തന്നെ പഠിച്ചു വെക്കണം. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്ന മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ അത് പെട്രോളിയം ആണെന്ന കാര്യം ഓർത്തിരിക്കുക. സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനമാണ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സെബി എന്ന കാര്യം ഓർത്തിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞെന്താണ്? സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം ഏതാണ്? അപ്പോൾ സെബി എന്ന് പറയുന്നത് ഒരു സ്വയംഭരണ സ്ഥാപനമാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. 17ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് 17ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ലോകബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രൊജക്ട് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ്. വരാൻ പോകുന്ന പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമ്മുടെ ഇന്ത്യയിലെ 6 സംസ്ഥാനങ്ങളിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ഗുണനിലവാരവും ഭരണവും മെച്ചപ്പെടുത്താനായിട്ട് ഇന്ത്യ ഗവൺമെന്റും ലോകബാങ്കും ചേർന്ന് ഒപ്പുവെച്ച ഒരു $500 മില്യൺ പദ്ധതിയാണ്. എത്രയാണ്? $500 മില്യൺ പദ്ധതിയാണ് ഈ പറയുന്ന സ്റ്റാർസ് എന്ന് പറയുന്ന പദ്ധതി. സ്റ്റാർസ് എന്ന് പറയുന്ന പദ്ധതി എന്ന കാര്യം ഓർത്തിരിക്കുക. അതിൽ ഒരു സംസ്ഥാനം, നമ്മൾ പറഞ്ഞു 6 സംസ്ഥാനങ്ങളാണ് ഉള്ളതെന്ന് പറഞ്ഞു, അതിലൊരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി കേരളത്തിന് പുറമെ ഹിമാചൽ പ്രദേശും മധ്യപ്രദേശും മഹാരാഷ്ട്രയും ഒഡീഷയും രാജസ്ഥാനും ഒക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ, അതുപോലെ തന്നെ മധ്യപ്രദേശ്, അതേപോലെ ഒഡീഷ, രാജസ്ഥാൻ, പിന്നെ 6ാമത് നമ്മുടെ കേരളവും വരുന്നുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ സ്റ്റാർസ് എന്ന് പറയുന്ന പദ്ധതിക്ക് സഹായം നൽകുന്ന സംഘടന ഏതാണെന്ന് വെച്ചാൽ ലോകബാങ്ക് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ലൈഫ് മിഷൻ പദ്ധതിയാണ്. ഇനി അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ് എന്നതാണ് നമ്മുടെ 20ാമത്തെ ചോദ്യമായിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. ഇതും PSC പരീക്ഷയിൽ റിപ്പീറ്റായി ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഭരണഘടനയുമായി ബന്ധപ്പെട്ട്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1973 കേശവാനന്ദ ഭാരതി കേസാണ്. ഇത് പൂർണ്ണമായി അറിയപ്പെടുന്നത് കേശവാനന്ദ ഭാരതി കേസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ്. ഇവിടെ ഈ വർഷങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ ആ ഒരു കാലഘട്ടന ക്രമത്തിൽ അടയാളപ്പെടുത്താനായിട്ട് ഒരു പരീക്ഷയ്ക്ക് ചോദിക്കുകയുണ്ടായി. ഇത് 1973 ഈ കേശവാനന്ദ ഭാരതി കേസ് വന്നിരിക്കുന്നത്. ഇവിടെ നൽകിയിരിക്കുന്ന ബരുബാറി കേസ് 1960 എന്ന കാര്യം ഓർക്കുക. അതേപോലെ തന്നെ മിനർവ മിൽ കേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അത് 1980 എന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി ഗോലക്നാഥ്
എന്ന് പറയുന്ന ആ ഒരു കേസുണ്ട്. ഗോലക്നാഥ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്നാണ് പറയുക. അത് 1967 അപ്പോൾ ആദ്യം ബെരുബറി കേസ്, അത് ബെരുബറി കേസ് 1960, 67 ഗോലക്നാഥ് കേസ്, പിന്നെ അത് കഴിഞ്ഞാണ് ഈ കേശവാനന്ദ ഭാരതി കേസ്, പിന്നെ മിനർവ മിൽ കേസ് 1980 എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി. ഇത് റിപ്പീറ്റ് ആയിട്ട് ഈ 2024 തന്നെ പല പരീക്ഷകളിലും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. PK തുംഗം കമ്മിറ്റി എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടതാണ് PK തുംഗം കമ്മിറ്റി. 1988 ഈ കമ്മിറ്റി രൂപീകരിക്കുന്നത്. പക്ഷേ ഈ ശുപാർശ നൽകുന്നത് 1989. അപ്പോൾ 88 89 ആയിരിക്കും ഓപ്ഷനിൽ വരിക. 88 രൂപീകരിച്ചു, ശുപാർശ നൽകുന്നത് 1989. അതിനുശേഷമാണ് നമ്മുടെ ഈ പറയുന്ന 73-ാം ഭേദഗതിയും 74-ാം ഭേദഗതിയൊക്കെ വരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഇന്ത്യയിൽ ആരാണ് ഈ പറയുന്ന നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നതെന്ന് കണ്ടെത്തുക. നമ്മൾ തൊട്ട് മുമ്പ് നിങ്ങൾ ചോദ്യം നമ്മൾ ചെയ്ത സമയത്ത് അവിടെ ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഈ പറയുന്നതിൽ പെടാത്തത് ഏത് എന്നൊരു ചോദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടെ ഉത്തരമായിട്ട് അവിടെ നമ്മുടെ അതിൽ ഇലക്ഷൻ കമ്മീഷന്റെ ഇതിൽ പെടാത്തത് അല്ലെങ്കിൽ പെടുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷേ ഇവിടെ എന്താണ് ഇതിന്റെ ഉത്തരം എന്താണ്? അവിടെ നമ്മൾ പറഞ്ഞു പോയതാണ് അതിർത്തി നിർണയ കമ്മീഷൻ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്ന് ചിലപ്പോൾ ഇംഗ്ലീഷിൽ തരാം, അല്ലെങ്കിൽ അതിർത്തി നിർണയ കമ്മീഷൻ എന്ന് തരാം. അതായത് ഈ പറയുന്ന ഡീലിമിറ്റേഷൻ എന്നാൽ എന്താണ്? ലോകസഭയ്ക്കും നിയമസഭകൾക്കും വേണ്ടിയിട്ട് ഓരോ സംസ്ഥാനത്തെയും പ്രാദേശിക മണ്ഡലങ്ങളുടെ എണ്ണവും അതിരുകളും നിശ്ചയിക്കുന്നത് ഈ പറയുന്ന ഡീലിമിറ്റേഷൻ കമ്മീഷൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ എന്താണ് ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത് കണ്ടെത്തുന്നത് എന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് ഡീലിമിറ്റേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ അതിർത്തി നിർണയ കമ്മീഷൻ ആണെന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്, ഗവർണർ എന്ന് പറയുന്ന പദവിയാണ്. ഇനി ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളതെന്നാണ് നമ്മൾ ഓൾറെഡി പലവട്ടം നമ്മൾ പഠിക്കാറുള്ളതാണ്. KTUയിൽ MBA എന്ന് പറയുന്ന ഒരു കോഡിലൂടെ പഠിച്ചു വെക്കും. K എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് കിടക്കുന്ന കർണാടകയാണ്. അതിനോടൊപ്പം കൂടിച്ചേർന്ന് കിടക്കുന്ന ഈ ആന്ധ്രാപ്രദേശും തെലങ്കാനയും, അതാണ് അതിലെ Tയും Aയും ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉത്തർപ്രദേശ്, അതുപോലെ തന്നെ മഹാരാഷ്ട്ര, ബീഹാർ, ആ 3 സംസ്ഥാനങ്ങൾ ഏകദേശം അടുത്തടുത്താണ്. ആ ഒരു രീതിയിൽ പഠിച്ചു വെച്ചാലും മതി. അല്ലെങ്കിൽ KTUയിൽ MBA എന്ന് ഒരു വട്ടം ഒന്ന് ഓർക്കുക. എന്നിട്ട് അതിൽ K കർണാടക, T തെലങ്കാന, U ഉത്തർപ്രദേശ്, M എന്ന് പറയുന്നത് ഏത് സംസ്ഥാനമാണ്? മഹാരാഷ്ട്രയാണ്. B എന്ന് പറയുന്നത് ബീഹാർ ആണ്, ബംഗാളല്ല എന്ന കാര്യം ഓർക്കുക. A എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശ് അല്ല, ആന്ധ്രാപ്രദേശ് ആണെന്ന കാര്യം ഓർക്കുക. അത് ഓർക്കാൻ വേണ്ടിയാണ് കേരളത്തോട് ചേർന്ന് കിടക്കുകയാണ്. അതായത് സൗത്ത് ഇന്ത്യയിൽ വരുന്നതാണ് ഈ കർണാടകയോട് ആന്ധ്രാപ്രദേശ്, ആന്ധ്രാപ്രദേശിനോട് തെലങ്കാന, പിന്നെ ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, പിന്നെ വരുന്നത് നമ്മുടെ ബീഹാർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ചോദ്യം അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും നമ്മുടെ ഉത്തരം? ബീഹാർ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്ന് കൊടുത്തു. മധ്യപ്രദേശ് നമ്മളിവിടെ പറഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ അത് വരത്തില്ല. അതായത് A എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ തെറ്റാണെന്ന് പറയാൻ പറ്റും. ഇനി ഇവിടെ പശ്ചിമ ബംഗാൾ ഇല്ല, അതും തെറ്റാണ്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, കർണാടക, മഹാരാഷ്ട്ര പറഞ്ഞിട്ടുണ്ട്, കർണാടകം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ മധ്യപ്രദേശ് ഇല്ല. മഹാരാഷ്ട്ര, കർണാടക, ബീഹാർ, അതാണ് നമ്മുടെ ശരിയായിട്ട് വരുന്നത്. പക്ഷേ മൊത്തം എത്ര എണ്ണത്തുണ്ട്? 6 എണ്ണത്തുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. അതായത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ലെജിസ്ലേറ്റീവ് കൗൺസിലുമുള്ള സ്റ്റേറ്റുകളാണ് ഈ 6 സ്റ്റേറ്റുകൾ. തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ അല്ലെങ്കിൽ ഹെയർ വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ്. ഏത് കൃതിയിലാണ് അദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചത് എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ ഇത് ഇലക്ഷൻ ഓഫ് റെപ്രസെന്റേറ്റീവ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ A ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ തോമസ് ഹെയർ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ, ഹെയർ വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ്. ഏത് കൃതിയിലാണ് അദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ദ ഇലക്ഷൻ ഓഫ് റെപ്രസെന്റേറ്റീവ്സ് എന്ന് പറയുന്ന കൃതിയിലാണ്. ഇതിനാണ് നമ്മൾ ആനുപാതിക പ്രാതിനിധ്യ തിരഞ്ഞെടുപ്പ് സമ്പ്രദായം എന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ രാഷ്ട്രപതിയൊക്കെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു സമ്പ്രദായം, നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ടത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലൂടെയാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിക്കാറുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പറയുന്ന ഹെയർ സിസ്റ്റം എന്ന് പറയുന്നത്. അത് ഏത് കൃതിയിലൂടെയാണ്? ദ ഇലക്ഷൻ ഓഫ് റെപ്രസെന്റേറ്റീവ്സ് എന്ന കൃതിയിലൂടെയാണ്. ഇത് പരീക്ഷയ്ക്ക് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട്. നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ച എന്നാന്ന് വെച്ചാൽ 2023 സെപ്റ്റംബർ 28 ഇവിടെ കുറച്ച് തീയതികൾ പറയാം, അത് നിർബന്ധമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. നമ്മുടെ പുതിയ നമ്മുടെ പാർലമെന്റ് മന്ദിരത്തിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ച ബില്ല് ഏതാണെന്ന് വെച്ചാൽ ഈ വനിതാ സംവരണ നിയമം 2023 ഇത് ആണ് ആദ്യമായിട്ട് അവതരിപ്പിച്ച ബില്ല്. 128ാമത്തെ ബില്ലായിട്ടാണ് ഇത് നമ്മുടെ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇത് അവതരിപ്പിച്ചത് ആദ്യമായിട്ട് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ലോകസഭയിലാണ്. ലോകസഭയിൽ ഇത് അവതരിപ്പിക്കുന്നത് എന്നാന്ന് വെച്ചാൽ 2023 സെപ്റ്റംബർ 19 2023 സെപ്റ്റംബർ മാസം 19 അന്നത്തെ നിയമമന്ത്രിയായിരുന്ന അർജുൻ റാം മേഘ്വാൾ ആണ് ഇത് അവതരിപ്പിക്കുന്നത്. തൊട്ടടുത്ത ദിവസം, അതായത് ഈ സെപ്റ്റംബർ 20 ഇത് ലോകസഭ പാസ്സാക്കുകയും 21 ഇത് രാജ്യസഭ പാസ്സാക്കുകയും ചെയ്തു. അതേപോലെ തന്നെ നമ്മുടെ നിലവിലെ രാഷ്ട്രപതി ഇതിൽ ഒപ്പുവെക്കുകയും ചെയ്തു 2023 സെപ്റ്റംബർ 28.
അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഒപ്പുവെക്കലോടുകൂടി 106ാമത്തെ ഭേദഗതിയായിട്ടാണ് ഇത് നമ്മുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അപ്പോൾ 106ാമത്തെ ഭേദഗതി 128ാമത്തെ ഭരണഘടനാ ഭേദഗതി ബിൽ എന്ന കാര്യം ഓർക്കാം. നമുക്കറിയാം ബില്ലുകളായിട്ടാണ് അവതരിപ്പിക്കുന്നത്, അതിലെല്ലാം ഭേദഗതി ആവണമെന്നില്ല. അങ്ങനെ ഭേദഗതിയാക്കപ്പെട്ട 106ാമത്തെ ബില്ലാണ് ഈ പറയുന്ന നാരി ശക്തി വന്ദൻ അധിനിയം എന്ന് പറയുന്ന ബില്ല് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ഡേറ്റുകളും വരാൻ പോകുന്ന പരീക്ഷകളിൽ റിപ്പീറ്റായി ചോദിക്കും. ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന് നിലവിലുള്ള സുരക്ഷാ ചുമതല എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ്, CISF എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്ത ചോദ്യം, കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയുടെ പേരെന്താണ് ചോദ്യം. ഇതും നമ്മുടെ പരീക്ഷയിൽ പദ്ധതികൾ എന്ന് പറയുന്ന ഭാഗത്ത് റിപ്പീറ്റ് ആയിട്ടോ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിലോ ചോദിക്കാം. നവജീവൻ എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അതായത് മുതിർന്ന പൗരന്മാർക്കുള്ള ഒരു സ്വയം തൊഴിൽ പദ്ധതിയാണ്. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ്. ഇതിന്റെ അർഹത വളരെ ഇമ്പോർട്ടന്റ് ആണ്. എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ നിലവിലുണ്ടായിരിക്കണം, അതായത് പുതുക്കിക്കൊണ്ടിരിക്കണം. അതേപോലെ തന്നെ ഇവിടെ പ്രായപരിധി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 50 മുതൽ 65 മധ്യ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. 50 മുതൽ 65 മധ്യ എന്നാണ് അവിടെ പ്രായപരിധി പറയുന്നത്. അതുപോലെ തന്നെ വ്യക്തിഗത വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല എന്നും കൂടെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു അർഹതയിൽ ആ പ്രായപരിധി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ വാർഷിക വരുമാനം 1 ലക്ഷത്തിൽ കവിയാൻ പാടില്ല എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ നിലവിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതും ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഈ ഒരു പദ്ധതിയുടെ പേര് നവജീവൻ എന്ന് പറയുന്നതാണ് പദ്ധതിയുടെ പേര്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചതെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് 22 രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? 22 രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചത്. 29ാമത്തെ ചോദ്യം ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ്. ഇവിടെ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ കേരളത്തിലെ പ്രതിദിന വരുമാനം അല്ലെങ്കിൽ കൂലി എത്രയാണെന്ന് വെച്ചാൽ 346 രൂപയാണ്. അതേപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഹരിയാനയിലാണ്. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഹരിയാനയിലാണ്. അത് 374 രൂപയാണ്. തൊട്ട് താഴെയായിട്ട് വരുന്നത് ഗോവയാണ്, 356 രൂപയാണ്. അതിൻ്റെ താഴെയായിട്ട് വരുന്നത് മൂന്നാമത് കർണാടകയാണ്, 349 നമ്മുടെ കേരളത്തിൽ 346 ഈ 374 എന്ന് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഏറ്റവും ടോപ്പിൽ വരുന്നത് ഹരിയാനയാണെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഈ നമ്മുടെ സിക്കിം എന്ന് പറയുന്ന സംസ്ഥാനത്തിലെ ഗനാതാങ്, ലെച്ചൂങ്, ലാച്ചൻ എന്നീ ഗ്രാമപ്രദേശങ്ങളിലും ഈ പറയുന്ന 374 കൊടുക്കുന്നുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. സിക്കിമിലെ ഗനാതാങ്, ലെച്ചൂങ്, ലാച്ചൻ എന്നീ പറയുന്ന ഗ്രാമപ്രദേശങ്ങളിൽ 374 രൂപ കൊടുക്കുന്നുണ്ട്. പിന്നെ കേരളത്തിൽ എത്രയാണ്? 346 ഏറ്റവും കുറവും ചോദിക്കാം 234. പിന്നെ ഓർക്കാൻ സിമ്പിളാണ്, 2, 3, 4 ഓർത്ത് വെച്ചാൽ മതി. അത് നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, 2 സ്റ്റേറ്റ് ഉണ്ടെന്ന് ഓർക്കുക. 2 സ്റ്റേറ്റ് ഉണ്ടെന്ന് ഓർക്കുക. അതിൽ ഒന്ന് 2, 3, 4 ഓർക്കാം. അങ്ങനെ ആ രണ്ടെണ്ണത്തിൽ ഒന്ന് നാഗാലാൻഡ്, മറ്റൊന്ന് അരുണാചൽ പ്രദേശ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്ഥാനവുമായി ശ്രീനാരായണ ഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് നമ്മുടെ ചോദ്യം. ശ്രീ കുമാര ഗുരുദേവനാണ്. ശ്രീ കുമാര ഗുരുദേവൻ ബന്ധപ്പെട്ട്, ഇതൊക്കെ PSC റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്നാണ്. ചിലപ്പോൾ ഓപ്ഷനിൽ PRDS എന്നും തരാം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്നാണ് ഇതും ഉദ്ദേശിക്കുന്നത്. ഇവിടെ സമത്വ സമാജം എന്ന് പറയുമ്പോൾ അത് വൈകുണ്ഠ സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 1836 ഇത് സ്ഥാപിക്കുന്ന വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. ആത്മവിദ്യാ സംഘം എന്ന് പറയുമ്പോൾ അത് വാക്പടാനത്തിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, 1917 വരുന്നു. അരയ സമാജം എന്ന് പറയുമ്പോൾ അത് പണ്ഡിറ്റ് കറുപ്പനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അരയ സമാജം എന്ന് പറയുന്നത്, അരയ സമാജം എന്ന് പറയുന്ന ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പണ്ഡിറ്റ് കറുപ്പനുമായി ബന്ധപ്പെട്ടതാണ്. അത് സ്ഥാപിച്ചത് 1907 കാര്യം ഓർത്തിരിക്കുക. ഇനി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ 1909 പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ സ്ഥാപിക്കുന്നത് എന്ന കാര്യം കൂടി അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരെന്നാണ്. ഇത് പണ്ട് മുതലേ PSC പരീക്ഷയിൽ ചോദിക്കാറുള്ളതാണ്. ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ചേറ്റൂർ ശങ്കരൻ നായർ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. നമുക്കറിയാം ചേറ്റൂർ ശങ്കരൻ നായർ നമ്മുടെ പാലക്കാട് ജില്ലയിലെ മങ്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിക്കുന്നത്. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ അംഗമാകുന്ന വ്യക്തിയാണ് ഈ പറയുന്ന ചേറ്റൂർ ശങ്കരൻ നായർ. 1915 അതിനു മുമ്പ് നമുക്കറിയാം ഒരു ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഒരു മലയാളി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യ മലയാളി ആരെന്ന് വെച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് ചേറ്റൂർ ശങ്കരൻ നായരാണ്. അത് 1897 അമരാവതി സമ്മേളനത്തിലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1897 അമരാവതി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. 2024 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം കണ്ടെത്തുക എന്നാണ് ഇവിടെ നമ്മുടെ 32ാമത് ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഈ ചോദ്യമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വരാൻ പോകുന്ന നമ്മുടെ LDC പരീക്ഷയിൽ വീണ്ടും ആവർത്തിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും എന്ന് പറയുന്നതാണ് നമ്മുടെ ഓപ്ഷൻ വരേണ്ടത്. ഓപ്ഷൻ C ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. തണ്ണീർത്തട ദിനം എന്താണെന്ന് ചോദിച്ചാൽ അത് ഫെബ്രുവരി മാസം 2-ാം തീയതിയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. നമുക്കറിയാം 1971 ഫെബ്രുവരി 2-ാം തീയതിയാണ് റംസാർ ഉടമ്പടി ഒപ്പുവെക്കുന്നത്. ആ ഫെബ്രുവരി 2-ാം തീയതിയാണ് നമ്മുടെ
ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത് 1997 മുതലാണ് ആചരിച്ചു തുടങ്ങിയത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്ത് പരിചയപ്പെടുന്ന ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഇത് നമ്മൾ പഠിച്ചു വെച്ചിരുന്നത് എങ്ങനെയാണ്? 243 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ധനകാര്യ കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ്, സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ്. അതിന്റെ തൊട്ട് പിറകിലായിട്ടാണ് ഈ പറയുന്ന പഞ്ചായത്തുകൾക്ക് നികുതികൾ ചുമത്താനുള്ള അധികാരങ്ങൾ, ഫണ്ടുകൾ അതൊക്കെ നൽകുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ HI ആ ഒരു രീതിയിലാണ് നമ്മൾ പഠിച്ചു വെച്ചത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ A ആണ് നമ്മൾ ഉത്തരമായിട്ട് വരിക. അതുപോലെ തന്നെ 243 നമ്മൾ ഒരു ക്ലാസ്സിൽ പ്രീവിയസ് ആയിട്ട് ചെയ്തപ്പോൾ അവിടെ നമ്മൾ പഠിച്ചത് എങ്ങനെയായിരുന്നു? E എന്ന് പറയുമ്പോൾ 5ാമത്തെ ഇംഗ്ലീഷ് ലെറ്റർ ആണ്. നമുക്കറിയാം പഞ്ചായത്തിന്റെ ഒക്കെ കാലാവധി 5 വർഷമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പഞ്ചായത്തുകളുടെ കാലാവധിയുമായി ബന്ധപ്പെട്ടതാണ് E എന്ന് പറയുന്നത്. ഇനി ഇവിടെ 243 വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എപ്പോഴും ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഗ്രാമസഭയാണെന്ന് പറഞ്ഞുകൊണ്ട് എയിൽ തുടങ്ങേണ്ടത് ഗ്രാമസഭയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ചോദിച്ചാൽ 243 ആണ്. ഇനി ഈ പഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ 243 അതിന്റെ ഘടനയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ 243 നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ധനകാര്യ കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ 243 ആണെന്ന് നമ്മൾ പറയുകയുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അത് എന്താണ്? 243 ആണ് എന്ന കാര്യവും നമ്മൾ പറഞ്ഞിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നത് 243 എന്നാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിളിൽ ഉള്ളിലോട്ട് കയറി PSC ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പഞ്ചായത്തിന്റെ കേസാണെങ്കിലും നമ്മുടെ ഈ പറയുന്ന മുനിസിപ്പാലിറ്റി ആ ഒരു സംഭവം ഉണ്ടല്ലോ അതിന്റെ കേസാണെങ്കിലും നല്ല രീതിയിൽ ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഇവിടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏത് എന്നാണ് 34ാമത്തെ ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ആരോഗ്യ കിരണം എന്നതാണ് പദ്ധതിയുടെ പേര്. നമുക്കറിയാം 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിലുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഈ പറയുന്ന ആരോഗ്യ കിരണം. ഇവിടെ APL BPL വ്യത്യാസമില്ലാതെ എല്ലാവരും ആരോഗ്യ കിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. പിന്നെ ഇവിടെ നൽകിയിരിക്കുന്ന ഒരു പദ്ധതിയാണ് ആർദ്രം എന്ന് പറയുന്ന പദ്ധതി. സർക്കാർ ആശുപത്രികളിലൊക്കെ സാധാരണക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ട് ഈ സർക്കാർ ആശുപത്രികളൊക്കെ ജനസൗഹാർദ്ദമാക്കുക, അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. ജനസൗഹാർദ്ദം അങ്ങനെ ഓർക്കുമ്പോൾ അവിടെ ആർദ്രം എന്ന് പറയുന്ന ഒരു ടേം കടന്നു വരുന്നുണ്ട്. അങ്ങനെ പഠിച്ചു വെക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർദ്രം എന്താണെന്ന് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. സർക്കാർ ആശുപത്രികളിൽ സാധാരണക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ട് ജനസൗഹാർദ്ദ ആശുപത്രികൾ തുടങ്ങുന്ന പദ്ധതിയാണ് ആർദ്രം എന്ന് പറയുന്ന പദ്ധതി. പിന്നെ സമഗ്ര എന്ന് പറയുന്ന ഒരു പദ്ധതിയും കൂടെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ സമഗ്ര എന്ന് പറയുന്ന പദ്ധതി എന്ന് പറഞ്ഞാൽ കേരള നോളജ് എക്കണോമി മിഷൻ ഭിന്നശേഷി വിഭാഗത്തിൽ നടപ്പാക്കുന്ന തൊഴിൽ പദ്ധതിയാണ് സമഗ്ര എന്ന് പറയുന്ന പദ്ധതി. കേരള നോളജ് എക്കണോമി മിഷൻ ഭിന്നശേഷി വിഭാഗത്തിൽ നടപ്പാക്കുന്ന തൊഴിൽ പദ്ധതിയാണ് സമഗ്ര. ഇതിന്റെ ഫീൽഡ് തലത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കുടുംബശ്രീ ആണെന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. കുടുംബശ്രീ ആണെന്ന കാര്യം ഓർക്കുക. ഇനി അതുപോലെ തന്നെ മൃതസഞ്ജീവനി എന്ന് പറയുന്ന പദ്ധതി എല്ലാവർക്കും അറിയാവുന്നതാണ്. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി എന്ന് പറയുന്ന പദ്ധതി. ഇത് നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്ന പെരിയാർ കടുവാ സങ്കേതം വ്യാപിച്ചു കിടക്കുന്ന ഏതൊക്കെ ജില്ലകളിലായിട്ടാണെന്നാണ്. നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പഠിക്കാറുണ്ട്. പെരിയാർ കടുവാ സങ്കേതം ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം എന്നീ പറയുന്ന ആ ജില്ലകളിലായിട്ടാണ് ഈ പെരിയാർ വന്യജീവി സങ്കേതം വ്യാപിച്ചു കിടക്കുന്നതെന്ന്. അപ്പോൾ ഇവിടെ നോക്കുക, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി. അപ്പോൾ അതിൽ ഇവിടെ നമ്മുടെ ഈ ഒരു ഓപ്ഷനിലേക്ക് വരുമ്പോൾ C എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇടുക്കി, പത്തനംതിട്ട, ഒപ്പം ഏതുകൊണ്ട് കോട്ടയം ഉണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി രോഗത്തിന്റെ പേരും അതിന്റെ കാരണവും താഴെ തന്നിരിക്കുന്നതിൽ ശരിയായവ ഏതൊക്കെയെന്നാണ് നമ്മുടെ ചോദ്യം. നിശാന്തത, വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് റോഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുന്നു എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അത് എന്താണ്? അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ കൃത്യമായി പറയുന്നതാണ്, അല്ലെങ്കിൽ പരീക്ഷ റിപ്പീറ്റായി ചോദിക്കുന്നതാണ്. വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഈ നിശാന്തത എന്ന് പറയുന്നത്. എന്നാൽ അവിടെ അതിനുള്ളിലേക്ക് കയറി നമ്മുടെ SCRT ടെസ്റ്റുകൾ പറയുന്ന പോയിന്റാണ് ഇവിടെ ചോദിച്ചത്. വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ റെറ്റിനാലിന്റെ അളവ് കുറയുന്നു. ആ റെറ്റിനാലിലൂടെയാണ് ഈ റോഡോപ്സിൻ ഉണ്ടാവുന്നത്. അപ്പോൾ ആ പുനർനിർമ്മാണം തടസ്സപ്പെടുകയും ചെയ്യുന്നു എന്നാണ്. അതാണ് ഇവിടെ വിറ്റാമിൻ എയുടെ കുറവ് കൊണ്ട് റോഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുന്നു. അതാണ് നിശാന്തതയുടെ പ്രധാന കാരണം. അവിടെ ഇത് ശരിയാണ്. എന്നാൽ സിറോഫ്താൽമിയ എന്ന് പറയുന്ന അക്വസ് ദ്രവത്തിന്റെ പുനരാഗരണം നടത്താത്തതിനാൽ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നു എന്നാണ്. നമ്മൾ ഓൾറെഡി പഠിക്കും. സിറോഫ്താൽമിയ 0, നമ്മുടെ കണ്ണിൽ വെള്ളമില്ല, അപ്പോൾ വരണ്ടു പോകും എന്നാണ് പഠിക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന ഈ 2 എന്ന് പറയുന്ന ഇതാണ് ശരി. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കൊണ്ട് നേത്രാവരണവും കോർണിയും വരണ്ട് കോർണിയ അധാര്യമായി തീരുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. ഇനി ഗ്ലോക്കോമയുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ ഈ പറയുന്ന സംഭവം. നമ്മൾ അതെങ്ങനെ പഠിച്ചു വെക്കുന്നത്? ഈ സംഭവം ഈ അക്വസ് അറയുണ്ടല്ലോ, അതിനുള്ളിലേക്ക് അക്വസ് ദ്രവം വരും. അത് തിരിച്ച് ഈ രക്തത്തിലേക്ക് തന്നെ പോവുകയും ചെയ്യുന്നുണ്ട്. അവിടെ ബ്ലോക്കായി പോവും എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചത് അല്ലേ? അപ്പോൾ നോക്കുക, അക്വസ് ദ്രവത്തിന്റെ പുനരാഗരണം ബ്ലോക്കായി പോയി എന്ന് പഠിക്കുമ്പോൾ അക്വസ് ദ്രവത്തിന്റെ പുനരാഗരണം നടക്കാത്തതിനാൽ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നു. ഗ്ലോക്കോമ. അപ്പോൾ ഇവിടെ നമുക്ക് ശരിക്കും വരേണ്ടത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത്
ശരിയായവ ഏതൊക്കെയെന്നാണ്. അപ്പോൾ അവിടെ ഒന്നാമത്തത് മാത്രമാണ് നമുക്ക് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ 37ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് 36ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത്. ഒന്ന് മാത്രം ശരി. ഇനി 37ാമത്തെ ചോദ്യം, മനുഷ്യരക്തത്തിൽ ഹിമോഗ്ലോബിനിൽ കാണുന്ന ലോഹമാണ് എന്നാണ്. ഇത് പണ്ട് മുതലേ PSC ചോദിക്കുന്ന ചോദ്യമാണ്. ഈ ക്ലാസ് കാണുന്ന എല്ലാവർക്കും വേണ്ടി ഉത്തരം അറിയാം. ഓപ്ഷൻ ഡി ആണ്, ഇരുമ്പ് എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. ഇനി അടുത്ത് ഹെലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏത് എന്നാണ്. ലെപ്റ്റോസ്പൈറ എന്നതാണ്. ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. ലോകാരോഗ്യ ദിനം എന്നാണെന്നാണ് നമുക്കറിയാം. ഏപ്രിൽ 7-ാം തീയതിയാണ് ലോകാരോഗ്യ ദിനം. അതിൻ്റെ 2024 പ്രമേയമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ് പ്രമേയം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കുക. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നാണ് ഇവിടെ 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം. ലോകാരോഗ്യ ദിനം എന്നാണെന്ന് PSC റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഏപ്രിൽ 7-ാം തീയതിയാണ്. എന്തുകൊണ്ടാണ് ഏപ്രിൽ 7-ാം തീയതി സെലക്ട് ചെയ്ത്? 1948 ഏപ്രിൽ 7-ാം തീയതിയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ രൂപീകരിച്ചത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്ന് പറയുന്നതാണ് 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഓപ്ഷൻ സിയിൽ കൊടുത്തിരിക്കുന്ന എല്ലാവർക്കും ആരോഗ്യം അല്ലെങ്കിൽ ഹെൽത്ത് ഫോർ ഓൾ എന്ന് പറയുന്നതാണ് 2023 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്ന കാര്യം കൂടി ഓർക്കുക. 2022 ആണെങ്കിൽ അവർ ഹെൽത്ത് അവർ പ്ലാനറ്റ് എന്നതാണ് 2022 പ്രമേയം. നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം നമ്മൾ പഠിച്ചു. തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും എന്നതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗങ്ങൾ ഏവ എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. അപ്പോൾ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗങ്ങൾ ഏവ എന്നതാണ് നമ്മുടെ അടുത്ത 40ാമത്തെ ചോദ്യമായിട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് എംഫിസിമയും ഫാറ്റി ലിവറും മാത്രമാണ് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ പ്രകാരം ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. 1ഉം 2ഉം എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇതിന് പുറമെ SCERT ടെക്സ്റ്റ് ബുക്കിൽ പ്രമേഹം എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണമാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ ഇവിടെ തന്നിരിക്കുന്ന ഫാറ്റി ലിവർ, അതേപോലെ തന്നെ എംഫിസിമ എന്ന് പറയുന്ന രോഗം, അതേപോലെ തന്നെ നമ്മുടെ പക്ഷാഘാതം എന്ന് പറയുന്നത്, അമിത രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്, അതേപോലെ ഹൃദയാഘാതം, അതിറോസ്ക്ലീറോസിസ്, പൊണ്ണത്തടി, ക്യാൻസർ ഒരു ജീവിതശൈലി രോഗം എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആർത്രൈറ്റീസ് എന്ന് പറയുന്നതും ജീവിതശൈലി രോഗങ്ങളുടെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് SCERT തന്ന രോഗങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്തത്. പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതം, അമിത രക്തസമ്മർദ്ദം, ഹൃദയാഘാതം, അതിറോസ്ക്ലീറോസിസ്, പൊണ്ണത്തടി, ക്യാൻസർ, ആർത്രൈറ്റീസ് എന്നിവ ഓർത്തിരിക്കുക. ഇനി പുകവലി കൊണ്ടുണ്ടാകുന്ന ശ്വാസകോശ സംബന്ധമായ രോഗമാണ് നമ്മുടെ ഈ ഒരു ഓപ്ഷനിൽ തന്നിരിക്കുന്ന എംഫിസിമ എന്ന് പറയുന്ന ഈ ഒരു രോഗം എന്ന കാര്യം ഓർത്തിരിക്കണം. പിന്നെ കരളിൽ അധിക കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് നമ്മൾ ഫാറ്റി ലിവർ. അങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കരളിൽ അധിക കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയ്ക്ക് എന്ത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഫാറ്റി ലിവർ എന്നാണ് അത് അറിയപ്പെടുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അതിൽപോലെ തന്നെ ഈ ഹിമോഫീലിയം, സിക്കിൾ സെൽ അനീമിയൊക്കെ എന്താണ് ഒരു ജനിതക രോഗങ്ങളാണ് എന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇനി ഹിമോഫീലിയ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹിമോഫീലിയ എന്ന് പറയുന്നതാണ് രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയാണ്. അതിനെയാണ് നമ്മൾ രാജകീയ രോഗമെന്നും ക്രിസ്മസ് രോഗമെന്നും ബ്ലീഡേഴ്സ് രോഗമെന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായിട്ട് 2020 ഏപ്രിൽ മുതൽ ഇന്ത്യ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണെന്ന് വെച്ചാൽ BS6 ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് BS6 വെഹിക്കിൾസ് എന്നൊക്കെ നമ്മൾ പത്രങ്ങളിലൊക്കെ ധാരാളം കേൾക്കുന്നതാണ്. അപ്പോൾ BS6 ആണ് ഇവിടെ ഉത്തരം. താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റിക്ക് എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് കുറയുന്നു എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇവിടെ ദ്രാവകം മാറിയിട്ട് വാതകം എന്നാണ് നൽകിയിരുന്നെങ്കിൽ, അതായത് വാതകങ്ങളുടെ വിസ്കോസിറ്റി താപനിലയ്ക്കനുസരിച്ച് എന്താണ് സംഭവിക്കുന്നത്, കൂടുകയാണ് ചെയ്യുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. താപനിലയ്ക്കനുസരിച്ച് കൂടുകയാണ്. പക്ഷേ ഇവിടെ എന്താണ് ദ്രാവകം എന്നാണ് തന്നത്, അപ്പോൾ അവിടെ എന്താണ് കുറയുകയാണ് ചെയ്യുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏത് എന്നാണ്. ഇവിടെ നോക്കുക. ഇവിടെ ശരിക്കും ഇത് ഏതിൻ്റെ ഇക്വേഷനാണ് ആദ്യം ഐഡന്റിഫൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നമുക്കിവിടെ തന്നിരിക്കുന്നത് ഒരു ഇക്വേഷൻ ആണ്. ആ ഇക്വേഷൻ പല രീതിയിൽ ഇങ്ങനെ മാറ്റി മാറ്റി എഴുതിയിട്ടുണ്ട്. അതിൽ കറക്റ്റായിട്ട് എഴുതിയത് ഏതാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് എഴുതിയിരിക്കുന്ന ഈ പവറിൻ്റെ ഇക്വേഷനാണ് ഇവിടെ കറക്റ്റായിട്ട് എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈം ആണ്. അപ്പോൾ ഈ വർക്കിൻ്റെ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ പവർ ഇൻറ്റു ടൈം എന്ന് വരും. അങ്ങനെ വന്നിരിക്കുന്ന ഓപ്ഷനാണ് ഓപ്ഷൻ സി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ W = P × T എന്ന് പറയുന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ 43ാമത്തെ ചോദ്യം. 43ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഡിജിഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ് എന്ന് ചോദിച്ചാൽ അമേരിക്കയാണെന്ന് കാര്യം ഓർത്തിരിക്കുക. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക. 50 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും 4.5 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും 25 മീറ്റർ പൊക്കമുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഒരുമിച്ച് താഴേക്ക് ഇടുന്നു. ഏത് കല്ലായിരിക്കും ആദ്യം താഴെ എത്തുക എന്ന ഒരു ചോദ്യമാണ് ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത്. അവിടെ ബ്രാക്കറ്റിൽ ഒരു പ്രത്യേക കാര്യം പറഞ്ഞിട്ടുണ്ട്. വായുവിൻ്റെ പ്രതിരോധം അവഗണിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് അവഗണിച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ചായിരിക്കും താഴെ എത്തുക എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഈ ഒരു ചോദ്യങ്ങൾ പല രീതിയിൽ ചോദിക്കും. അവിടെ എല്ലാം ഉത്തരമായിട്ട് വരിക എന്താണ്? രണ്ടും ഒരുമിച്ച്. എങ്ങനെ പറയും? വായുവിൻ്റെ പ്രതിരോധം
അവഗണിക്കുക എന്ന് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ. ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മൾ പറയുന്നത് ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്ന ആരാണ് എന്നാണ് നമ്മുടെ ചോദ്യം. നമുക്കറിയാം ചന്ദ്രയാൻ 2ന്റെ മിഷൻ ഡയറക്ടർ ആയിട്ടുള്ള വ്യക്തിയാണ് ഋതു കരിതാൽ ശ്രീവാസ്തവ. അവരെയാണ് ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം APJ അബ്ദുൽ കലാം സാറാണെന്ന് നമുക്കറിയാം. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ടെസി തോമസ് ആണ്. ഇവരെ തന്നെയാണ് അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കുന്നതെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് നമ്മുടെ K ശിവനാണ്. മുൻ ISRO ചെയർമാനായ K ശിവനാണ്. നിലവിൽ നമ്മളിവിടെ പരിചയപ്പെട്ടത് റോക്കറ്റ് വുമൺ എന്നാണ്. അത് ഋതു കരിതാലാണ്. ചന്ദ്രയാൻ 2ന്റെ മിഷൻ ഡയറക്ടർ ആയിരുന്നു ഇവർ. ഇതേപോലെ തന്നെ റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ പഠിച്ചു, റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ പഠിച്ചു. ഇനി ബ്രഹ്മോസ് മാൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ബ്രഹ്മോസ് എന്ന് പറയുന്ന മിസൈൽ ഉണ്ടല്ലോ, അതിന്റെ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ശിവദാണ് പിള്ളയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്ന അനോഡൈസിങ് എന്ന പ്രക്രിയ ഏത് ലോക സംരക്ഷണത്തിലാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ അലുമിനിയമാണ് എന്ന കാര്യം ഓർക്കുക. അനോഡൈസിങ് അലുമിനിയമാണ്. അതായത് അലുമിനിയത്തിന്റെ കട്ടിയുള്ള ഓക്സൈഡ് പാളി രൂപപ്പെടുത്തുന്ന പ്രക്രിയയാണ് അനോഡൈസിങ് എന്ന് പറയുന്നത്. ഇനി താഴെ പറയുന്നതിൽ ഏത് pH മൂല്യത്തിനാണ് കാൽസ്യം ഹൈഡ്രോക്സി ആപ്റ്റൈറ്റ് മൂല്യത്തിലാണ് കാൽസ്യം ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് നാശത്തിന് വിധേയമാകുന്നത് എന്നതാണ് നമ്മുടെ ചോദ്യം. താഴെ പറയുന്ന ഏത് pH മൂല്യത്തിലാണ് കാൽസ്യം ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് ഈ പറയുന്ന നാശത്തിന് വിധേയമാകുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മൾ എന്താണ് ഈ കാൽസ്യം ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് എന്ന് അറിയാമെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് നമ്മുടെ ദന്തക്ഷയത്തിന് ഇടയാകുന്ന pH മൂല്യം എന്ന് ചോദിക്കാറുണ്ട്. അവിടെ നമ്മൾ ഉത്തരമായിട്ട് വരുന്നത് <5.5 എന്നാണ്. pH <5.5 എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെയും ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നിങ്ങൾ മനസ്സിൽ വരും. അവിടെയുള്ള ബന്ധമാണ് ഇനാമൽ ഉണ്ടല്ലോ, നമ്മുടെ മനുഷ്യ ശരീരത്തിലെ പല്ലിലെ ഇനാമൽ ഉണ്ടല്ലോ, ആ ഇനാമൽ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥമാണ് ഇതാ ഇങ്ങനെ കൊടുത്തിരിക്കുക, കാൽസ്യം ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നാശത്തിനാവാൻ കാരണമാണ് <5.5 pH. അപ്പൊ നമ്മുടെ ചോദ്യം ഇങ്ങനെയും വരാം, പല്ലിലെ ദന്തക്ഷയത്തിന് കാരണമാകുന്ന pH ചോദിച്ചാലോ <5.5 ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ആവർത്തന പട്ടികയിൽ ഇടത്തുനിന്ന് വലത്തേക്ക് പോകുമ്പോൾ മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് നൽകിയിരിക്കുന്നത്. മൂലകങ്ങളുടെ അലോക സ്വഭാവം കൂടുന്നു എന്നാണ് പറയുന്നത്. അത് ശരിയാണ്, നമുക്കറിയാവുന്നതാണ്. ഇനി വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നു, അതും ശരിയാണ്. ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുകയല്ല കുറയുകയാണ് ചെയ്യുന്നത്, സ്വീകരിക്കാനുള്ള കഴിവ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇത് തെറ്റാണ്. മൂലകങ്ങളുടെ ഓക്സൈഡുകളുടെ അമ്ല സ്വഭാവം കൂടുന്നു എന്നാണ് ശരിയാണ്. ഇവിടെ ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. 49ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇനി ഓക്സിജൻ മൂലകത്തിന്റെ രൂപാന്തരങ്ങൾ ഏവ? ഇവിടെ പലരും ഈ ഒരു ചോദ്യം കണ്ടിട്ട് O2 O3 പോയിട്ട് കറപ്പിക്കും. പക്ഷെ ഓർത്തിരിക്കുക O4 ഉണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ ഓപ്ഷൻ ഡി ഉണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. O2 O3 O4 ഉണ്ട്. O2 നമുക്കറിയാം സാധാരണ ഓക്സിജൻ ആണ്. O3 ഓസോൺ ആണെന്ന് ഈ ക്ലാസ് കാണുന്ന എല്ലാവർക്കും അറിയാം. അതേ സമയത്ത് O4 എന്ന് പറഞ്ഞാൽ ഓസോസോൺ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ കാർബണിന്റെ രൂപാന്തരങ്ങളും PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ്. നമ്മുടെ വജ്രം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്, അതേപോലെ ഫുള്ളറിൻ എന്ന് പറയുന്ന ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഫുള്ളറിൻ എന്ന് പറയുന്നതും ഈ പറയുന്ന കാർബണിന്റെ രൂപാന്തരമാണെന്ന കാര്യം ഓർക്കുക. നമുക്ക് ഗ്രാഫൈറ്റും വജ്രവും ഗ്രാഫീനും ഒക്കെ കാർബണിന്റെ രൂപാന്തരമാണെന്ന് എപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഫുള്ളറിൻ എന്ന് പറയുന്നത് ഈ കാർബണിന്റെ രൂപാന്തരമാണെന്ന് അധികം ആരും കേൾക്കണമെന്നില്ല. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഫുള്ളറിൻ എന്ന് പറയുന്നതും വജ്രം എന്ന് പറയുന്നതും ഗ്രാഫൈറ്റ് ഗ്രാഫീൻ എന്ന് പറയുന്നതൊക്കെ എന്താണ്, കാർബണിന്റെ രൂപാന്തരങ്ങളാണെന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. ഇനി അടുത്തത് താഴെ പറയുന്നവയിൽ ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. പണ്ട് മുതലേ PSC പരീക്ഷയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. പലരും അറിഞ്ഞിട്ട് പോലും തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ്. അവിടെ അലോഹമാണോ ലോഹമാണോ എന്ന് മനസ്സിലാക്കാതെ നേരെ പോയിട്ട് മെർക്കുറിയിലേക്ക് പോയിട്ട് കറപ്പിക്കാനുള്ള പ്രവണത കൂടുതലുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ അലോഹം എന്ന് എടുത്തു പറഞ്ഞതുകൊണ്ട് ബ്രോമിൻ എന്ന് ഓർത്തിരിക്കുക. ഇനി ലോഹമാണ് പറയുന്നതെങ്കിൽ ഇവിടെ മെർക്കുറി എന്ന് ഓർത്തിരിക്കാം. മെർക്കുറി മാത്രമല്ല സീസിയം, ഫ്രാൻസിയം, ഗാലിയം ഒക്കെ സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിലുള്ള ലോഹങ്ങളാണ്. പൊതുവെ PSC എപ്പോഴും മെർക്കുറി എന്നൊരു ഓപ്ഷൻ നമ്മൾക്ക് കൊടുക്കും. അതിൽ ഗാലിയം എന്ന് ഞാൻ പറഞ്ഞില്ല, അവിടെ PSC ചോദിക്കാറുണ്ട്. കൈവെള്ളയിൽ ചൂടിൽ പോലും ദ്രാവകാവസ്ഥയിലായി പോകുന്ന ലോകം ചോദിച്ചാൽ അത് ഗാലിയം എന്ന് പറയുന്ന ലോകമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മൾ പഠിക്കും കൈവെള്ളയിൽ വെച്ചാൽ കാലിയായി പോകുമെന്ന് പഠിക്കും. അങ്ങനെയാണ് ഗാലിയം എന്ന് നമ്മൾ ഓർത്തു വെക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ തന്നിരിക്കുന്ന ഈ പറയുന്ന ആർഗൺ എന്ന് പറയുന്ന ആ ഒരു ലോകമുണ്ട്. അതുപോലെ തന്നെ മർക്കുറി, അയോഡിൻ, ബ്രോമിൻ, അതിൽ നമ്മുടെ ഉത്തരം ബ്രോമിൻ ആണ്.
അതേപോലെ തന്നെ ഈ ആർഗണുമായി ബന്ധപ്പെട്ട് PSC എപ്പോഴും ചോദിക്കുന്നതാണ്. വൈദ്യുത ബൾബുകളിൽ ഫിലമെന്റ് ബാഷ്പീകരിക്കാതിരിക്കാനായിട്ട് അതിൽ നിറയ്ക്കുന്ന വാതകം ചോദിച്ചാൽ അത് ഏതാണ്? ആർഗൺ ആണെന്ന കാര്യം ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ഫ്ലൂറിൻ ആണ് ഈ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ചോദിച്ചാൽ അത് സീസിയം ആണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ളത് ഫ്ലൂറിൻ ആണ്. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ളത് ചോദിച്ചാൽ അത് നമ്മുടെ സീസിയം ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഇലക്ട്രോൺ അഫിനിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ചോദിച്ചാൽ അത് ക്ലോറിൻ ആണ്. ഈ 3 കാര്യങ്ങൾ മാറിപ്പോകരുത്. ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലുള്ളത് ഫ്ലൂറിൻ ആണ്. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ളത് സീസിയം ആണ്. അതേപോലെ തന്നെ ഇലക്ട്രോ അഫിനിറ്റി ഏറ്റവും കൂടുതലുള്ളത് ക്ലോറിൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ഫ്ലൂറിൻ ആണ്. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ളത് സീസിയത്തിനാണ്. ഇലക്ട്രോ അഫിനിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം അത് ക്ലോറിൻ ആണ്. ഇനി സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിലുള്ള ലോഹങ്ങളാണ് മെർക്കുറി, സീസിയം, ഫ്രാൻസിയം, ഗാലിയം. കൈവെള്ളയിൽ വെച്ചാൽ പോലും കാലിയായി പോകുന്ന എന്ന രീതിയിൽ നമ്മൾ പഠിച്ചത് ഈ പറയുന്ന ഗാലിയം എന്ന് പറയുന്ന ആ ഒരു ഈ ലോകമാണ് എന്ന കാര്യം ഓർക്കുക. കൈവെള്ളയിൽ വെച്ചാൽ പോലും ദ്രാവകമായിട്ട് പോകും ഈ ഗാലിയം എന്ന് പറയുന്ന ആ ഒരു ലോകം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നത് ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായി വരുന്ന ചലച്ചിത്രം ഏത് എന്നാണ് അടുത്ത ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ എ ആണ്. കൊടിയേറ്റം എന്താണ്? 1978 കാലഘട്ടത്തിൽ അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത കൊടിയേറ്റം എന്ന് പറയുന്ന ചലച്ചിത്രത്തിലെ പ്രധാന കഥാപാത്രമാണ് ശങ്കരൻകുട്ടി എന്ന് പറയുന്നത്. ഇനി ഭാരത പര്യടനം ഏത് വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ് എന്ന ചോദ്യം. സാഹിത്യ വിമർശനം എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഭാരത പര്യടനം എന്ന് പറയുന്നത് സാഹിത്യ വിമർശനവുമായി ബന്ധപ്പെട്ട കൃതിയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ടത് ഭാരത പര്യടനം എന്ന് പറയുന്ന ഈ ഒരു കൃതി നമ്മുടെ കുട്ടിക്കൃഷ്ണൻ മാരാരുടെ കൃതിയാണ്. അത് സാഹിത്യ വിമർശനവുമായി ബന്ധപ്പെട്ട കൃതിയാണെന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി പ്രസിദ്ധമായ മരാമൺ കൺവെൻഷൻ നടക്കുന്ന ഏത് നദിയുടെ തീരത്താണെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ എ ആണ്. പമ്പാ നദിയുടെ തീരത്താണ് മരാമൺ കൺവെൻഷൻ നടക്കുന്നത് എന്ന കാര്യം ഓർക്കുക. ഇനി അടുത്തത് ഗ്രാൻഡ് സ്ലാം എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാൽ ഓപ്ഷൻ സി ആണ്. ടെന്നീസ് ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. എല്ലാവർക്കും അറിയാവുന്നതാണ്. 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്ക് എന്ന് പരീക്ഷയ്ക്ക് റിപ്പീറ്റായി ഇനി ചോദിക്കും. പ്രഭാവർമ്മയാണ്. പ്രഭാവർമ്മയുടെ ഏത് കൃതിക്കാണ് 2023 സരസ്വതി സമ്മാനം കിട്ടിയെന്ന് വെച്ചാൽ രൗദ്ര സാത്വികം എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. രൗദ്ര സാത്വികം എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഈ പറയുന്ന സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ച എത്രാമത്തെ മലയാളിയാണ് പ്രഭാവർമ്മ എന്ന് വെച്ചാൽ 4ാമത്തെ മലയാളിയാണ്. നമ്മൾ ഈ പറയുന്ന പുരസ്കാരം ലഭിച്ച മലയാളികളൊക്കെ പഠിക്കാൻ വേണ്ടി ഒരു കോഡൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു നമ്മുടെ കോഡ് എന്ന് പറയുന്നത്? ഈ പറയുന്ന സരസ്വതിയോട് ചോദിക്കുകയാണ്, ബാല അയ്യപ്പന് സുഖമാണോ പ്രഭേ എന്നതായിരുന്നു കോഡ്. 1995 കാലഘട്ടത്തിൽ ബാലാമണിയമ്മയ്ക്കാണ് ആദ്യമായിട്ട് ഒരു മലയാളിക്ക് സരസ്വതി സമ്മാനം കിട്ടുന്നതെന്നും അത് നിവേദ്യം എന്ന് പറയുന്ന കൃതിക്കാണ് നമ്മൾ പറഞ്ഞു. അതാണ് ബാല അയ്യപ്പന് സുഖമാണോ എന്നതിലെ ബാല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അയ്യപ്പന് എന്ന് പറയുമ്പോൾ അവിടെ അയ്യപ്പ പണിക്കരെയാണ് ഉദ്ദേശിക്കുന്നത്. അയ്യപ്പ പണിക്കരുടെ കൃതികൾ എന്ന അദ്ദേഹത്തിന് കൃതിക്ക് 2005 കിട്ടി. 95 ആദ്യം കിട്ടി, 10 വർഷങ്ങൾക്ക് ശേഷം 2005 കിട്ടി. ആ 2ഉം 5ഉം കൂടെ കൂട്ടി 7 കിട്ടും. അത് ആ 2005 കൂട്ടാൻ പറഞ്ഞു. 2012 എന്ന് പറയുന്ന വർഷം കിട്ടും. ബാല അയ്യപ്പന് സുഖമാണോ പ്രഭയിലെ സുഖം സുഗതകുമാരിയാണെന്ന് പറഞ്ഞു. സുഗതകുമാരിയുടെ മണലെടുത്ത് എന്ന് പറയുന്ന കൃതിക്കാണ് സരസ്വതി സമ്മാനം കിട്ടുന്നത്. അതെപ്പോഴും PSC ചോദിക്കുന്നതാണ്. അതേപോലെ തന്നെ അവസാനമായിട്ട് ഇപ്പോൾ 4ാമതായിട്ട് പ്രഭാവർമ്മയ്ക്ക് 2023 രൗദ്ര സാത്വികം എന്ന് പറയുന്ന കൃതിക്കാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് ഈ അടുത്ത് നടന്ന പരീക്ഷയിൽ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ലഭിക്കാത്ത മലയാളികൾ ആര് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അതൊന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. ഇനി 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഏത് എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഹിമപ്പുലി എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. നമുക്കറിയാം 2024 ഇത് നടക്കുന്നത് 2024 ഫെബ്രുവരി 2 മുതൽ 6 വരെയും 2 മുതൽ 6 വരെയും അതേപോലെ തന്നെ 2024 21 മുതൽ 25 വരെയുമാണ്. ഫെബ്രുവരി മാസം 2 മുതൽ 6 വരെ, ഫെബ്രുവരി മാസം 21 മുതൽ 25 വരെ 2 സ്ഥലങ്ങളിലായിട്ടാണ് ഇത് നടന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2024 4ാമത് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് നടക്കുന്നത് ലഡാക്കിലെ ലേയിലും അതേപോലെ തന്നെ നമ്മുടെ ജമ്മു കാശ്മീരിലെ ഗുൽമാർഗിലും വെച്ചിട്ടാണ്. അതിൽ ആദ്യം നടക്കുന്നത് ലഡാക്കിലെ ലേയിൽ വെച്ചിട്ടാണ് 2 മുതൽ 6 വരെ. അതിനുശേഷം 21 മുതൽ 25 വരെ നടന്നത് ജമ്മു കാശ്മീരിലെ ഗുൽമാർഗിൽ വെച്ചിട്ടാണ്. ഇതിലെ 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന ഇന്ത്യൻ ആർമി ടീമാണ്. 2ാം സ്ഥാനത്തുള്ളത് കർണാടകയാണെന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് പറയുന്നത് കുമാരനാശാന്റെ വരികളാണ്. ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേര് എല്ലാവർക്കും അറിയാം. മാക് OS എന്നാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. 59ാമത്തെ ചോദ്യം. 59ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? മാക് OS എന്നാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ സെർച്ച് എഞ്ചിൻ അല്ലാത്തത് എന്നാണ്. നമുക്കറിയാം സഫാരി ഒരു ബ്രൗസറാണ്. നമ്മുടെ ഗൂഗിൾ ക്രോം പോലുള്ള ബ്രൗസറാണ്. അതേസമയത്ത് ഗൂഗിൾ പോലുള്ള സെർച്ച് എഞ്ചിനാണ് യാഹൂ, ബിങ്, ആസ്ക് തുടങ്ങിയവ. ഇനി അടുത്തത്
പ്രോം എന്നതിൻ്റെ പൂർണ്ണരൂപം എന്ത് എന്നാണ്. കൃത്യമായിട്ട് ഈ പൂർണ്ണരൂപം പഠിച്ചു പോകാത്ത ഒരാൾ ഓപ്ഷനെ പോയിട്ട് കറപ്പിക്കും. എന്നാൽ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്നാണ്. ഇനി തെറ്റാൻ പാടില്ല, ഓപ്ഷൻ സി ആണ്. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയാണ്, അല്ലാതെ പ്രോഗ്രാം റീഡ് ഓൺലി മെമ്മറി അല്ല. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് 61ാം ചോദ്യത്തിന്റെ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായി ഭേദഗതി ചെയ്ത വർഷം നമുക്കറിയാം 2000-ലാണ് ഇത് വരുന്നത്, IT ആക്ട്. അതിനുശേഷം ഭേദഗതി ചെയ്യുന്നത് 2008-ലാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. താഴെ പറയുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ കുറിച്ച് ശരിയല്ലാത്തത്? കൂടിയ ബാൻഡ്വിഡ്ത്ത് ശരിയാണ്, കൂടിയ ചെലവാണ് ശരിയാണ്, കൂടിയ ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? തെറ്റായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബറുമായി ബന്ധപ്പെട്ട് ശരിയായത് കൂടിയ ബാൻഡ്വിഡ്ത്ത്, കൂടിയ ചെലവാണ്. അതേപോലെ തന്നെ കൂടിയ ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? തെറ്റായിട്ടുള്ള ഒന്നാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക 63ാമത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട്. ഇനി അടുത്ത താഴെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമം 2005 പ്രകാരം ഒഴിവാക്കിയിട്ടില്ലാത്തത് എന്നാണ് നമ്മുടെ ചോദ്യം. ഒഴിവാക്കിയിട്ടില്ലാത്തത് എന്നാണ്, പ്രത്യേകം അത് എടുത്തു പഠിക്കണം. വിദേശ സർക്കാരിൽ നിന്ന് രഹസ്യമായി ലഭിച്ച വിവരങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഫയലുകൾ, രജിസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും പരിശോധിക്കാനുള്ള അവകാശം ഒഴിവാക്കിയിട്ടില്ല. അതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. വാണിജ്യ രഹസ്യവും വ്യാപാര രഹസ്യവും ഭൗതിക സ്വത്തുക്കളുടെ ഉൾപ്പെടെയുള്ള വിവരങ്ങളുടെ വെളിപ്പെടുത്തലൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. പോക്സോ നിയമം 2012 എത്ര വകുപ്പുകളാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ 46 വകുപ്പുകളാണ് ഉള്ളത്. പോക്സോ നിയമം 2012 എത്ര വകുപ്പുകളാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ, പോക്സോ ആ ഒരു നിയമത്തിൽ എത്ര വകുപ്പുകളാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് 2012 വന്ന ഈ ഒരു നിയമത്തിൽ എത്ര വകുപ്പുകളാണുള്ളത്? 46 വകുപ്പുകളാണ്. എത്ര അധ്യായമാണ് ഉള്ളത്? 9. അത് പിന്നെ പഠിക്കും. ഈ പീനെ അങ്ങോട്ട് തിരിച്ചിട്ടാൽ മതി. 9 അധ്യായങ്ങളാണുള്ളത്. അതേസമയത്ത് എത്ര വകുപ്പുകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് എത്രയാണ്? ഈ പറയുന്ന 46 വകുപ്പുകളാണ് ഉള്ളത് എന്ന കാര്യം ഓർക്കുക. എത്രയാണ്? 46 വകുപ്പുകളാണ് ഉള്ളത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്ത് പറയുന്നത് ഗാർഹിക പീഡന നിരോധന നിയമം 2005 വകുപ്പ് യുടെ നിർവചനത്തിൽ വരുന്ന വിഭാഗങ്ങൾ ഏതൊക്കെ എന്നാണ് നമ്മുടെ ചോദ്യം. അവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ആണ്. 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തിയും എന്നതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ 66ാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഒരുപക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഇങ്ങനെ ഒരു ചോദ്യം നൽകിയിട്ട് എന്താണ് വകുപ്പ് 2B പ്രകാരം എന്ന് വേണമെങ്കിൽ ഓപ്ഷനിൽ തരാം. ആ ഒരു വകുപ്പും കൂടി ഒന്ന് ഓർത്തു വെക്കുന്നത് നന്നായിട്ടിരിക്കും. അതായത് ഗാർഹിക പീഡന നിരോധന നിയമം 2005 പ്രകാരം ഈ കുട്ടി എന്ന് പറയുന്ന നിർവചനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ട് അവിടെ ചിലപ്പോൾ വകുപ്പ് 2B പ്രകാരം എന്നൊരു ഓപ്ഷൻ തന്നാൽ അത് അവിടെ ഉത്തരമായിട്ട് വരും. ഇവിടെ അതിനുള്ളിലേക്ക് കയറിയിട്ട് 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തിയും എന്നാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. ഇനി അടുത്തത് SC/ST വിഭാഗങ്ങൾക്കെതിരായ ആക്രമണ നിരോധന നിയമം പാർലമെന്റ് പാസാക്കിയത് ഏത് വർഷമാണ് എന്നതാണ് 67ാമത്തെ ചോദ്യമായിട്ട് നൽകിയത്. 1989 എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്താവിന്റെ അവകാശമല്ലാത്തതെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കേൾക്കുവാനുള്ള അവകാശമുണ്ട്, ഉപഭോക്താവബോധത്തിനുള്ള അവകാശമുണ്ട്, പക്ഷേ ചൂഷണം ചെയ്യപ്പെടാനുള്ള അവകാശമുണ്ടോ? ഇത് നമ്മൾ വായിക്കുന്നവർക്ക് തന്നെ അതിന് ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരെന്നാണ് നമ്മുടെ ചോദ്യം. ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര എന്ന് പറയുന്ന 69ാമത്തെ ചോദ്യത്തിന്റെ ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക. ഇനി അവസാനത്തെ ചോദ്യത്തിലേക്ക് വരാം. 70ാമത്തെ ചോദ്യം, കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരെന്നാണ് നമ്മുടെ ചോദ്യം. അവിടെ ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ സി ആണ്. വീണ്ടും ചോദിക്കും. ഓപ്ഷൻ സി PS മാവോജി എന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. PSC പരീക്ഷയുമായി ബന്ധപ്പെട്ട് LDC പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ മറ്റൊരു ചോദ്യപേപ്പറിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം ഏത് എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഓരോ സംഭവങ്ങൾ നടന്ന വർഷം ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. ഇവിടെ ആറ്റിങ്ങൽ കലാപം 1721 കുണ്ടറ വിളംബരം 1809 ജനുവരി മാസം 11-ാം തീയതിയാണ്. അത് PSC അങ്ങനെ തന്നെ ചോദിക്കും. കുളച്ചിൽ യുദ്ധം നടന്നിരിക്കുന്ന 1741 ശ്രീരംഗപട്ടണം ഉടമ്പടി നൽകിയിരിക്കുന്നത് 1792 അങ്ങനെയാണെങ്കിൽ ആദ്യം വരേണ്ടത് 3 ആറ്റിങ്ങൽ കലാപം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. അതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അതിനുശേഷം കുളച്ചിൽ യുദ്ധം, അതിനുശേഷം ശ്രീരംഗപട്ടണം ഉടമ്പടി, അതിനുശേഷം കുണ്ടറ വിളംബരം എന്നാണ് വരേണ്ടത്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ചുവടെ സൂചിപ്പിച്ചിരിക്കുന്ന സംഭവങ്ങളെയും വ്യക്തികളെയും മനസ്സിലാക്കി ചേരുംപടി ചേർക്കുക. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്നാണ് നൽകിയിരിക്കുന്നത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തി തന്നിരിക്കുന്നതിൽ തോമസ് പെയിൻ ആണ്. അപ്പോൾ ഒന്ന് സിയുമായിട്ടാണ് ബന്ധിപ്പിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ 2 ഓപ്ഷൻ നമുക്ക് ഡിലീറ്റ് ആക്കി കളയാം. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള ഒരു പേരാണ് വോൾട്ടെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെടേണ്ടത്. അപ്പോൾ 2 എയുമായിട്ടാണ് ബന്ധിപ്പിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമെന്ന് പറയാൻ പറ്റും. ഇനി റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തി തന്നിരിക്കുന്നതിൽ ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി ആണ്. സൈമൺ ബൊളീവർ ആണ്. സൈമൺ ബൊളീവർ അല്ല, തോമസ് നമ്മുടെ ട്രോട്സ്കിയാണ് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടത്. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് സൈമൺ ബൊളീവർ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്തത് 1857 കലാപത്തെക്കുറിച്ച് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ
പരിശോധിച്ച് ശരിയായത് അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് നന്നായിരിക്കും തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞത്. 1857 കലാപം ആരംഭിച്ചത് അവധിലാണ് എന്നാണ് നൽകിയത്. നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ്. 1857 കലാപം ആരംഭിച്ചത് മീററ്റിലാണ് നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്നത് തെറ്റാണ്. കർഷകരും കരകൗശല തൊഴിലാളികളും കലാപത്തിൽ പങ്കെടുത്തിരുന്നത് ശരിയാണ്. ഫൈസാബാദിൽ കലാപം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹൽ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അത് തെറ്റാണ്. ഫൈസാബാദിൽ കലാപം നയിച്ചത് മൗലവി അഹമ്മദുള്ളയാണ് എന്ന് നമ്മൾ പഠിക്കുന്നതാണ്. ഇനി അടുത്തത് 1857 കലാപത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 എന്ന് നമ്മൾ പഠിക്കുന്നതാണ്. 1857 കലാപത്തിന് ശേഷം വന്ന 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെയാണ് ഈ ഭരണമാറ്റം സംഭവിക്കുന്നത്. അപ്പോൾ അത് ബ്രിട്ടീഷ് രാജ്ഞിക്ക് കീഴിലേക്ക് വന്നു എന്ന് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ അതും ശരിയാണ്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ശരി 2ഉം 4ഉമാണ്. 2ഉം 4ഉം എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം മാർത്താണ്ഡവർമ്മ, ഇത് ഫൈനൽ ആൻസർ കീ പ്രകാരം ഡിലീറ്റ് ആക്കിയിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ പറയുന്ന 4ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഇനി 5ാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നു. താഴെ പറയുന്നതിൽ ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ശരിയല്ലാത്തത് എന്നതാണ് നമ്മുടെ ചോദ്യം. അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ശരിയാണ്. ശരിക്കും നമുക്ക് എന്താണ് ഇത് ഉത്തരത്തിലേക്ക് വരാൻ പാടില്ല, ശരിയല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഉത്തരത്തിലേക്ക് വരാൻ പറ്റില്ല. പക്ഷേ ഓർത്തിരിക്കുക, അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആന്റോണിയോ ഗുട്ടറസ് 2020 ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. 2017 എന്നാണ് വരുന്നത്. നിലവിലും അദ്ദേഹം തന്നെയാണ് ഈ ഒരു പദവിയിലുള്ളത്. അദ്ദേഹം വീണ്ടും ആ ഒരു പദവിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ് 2017 എന്നാണ് ശരിക്കും വരേണ്ടത്. അന്ന് മുതൽ ഈ പദവിയിൽ തുടരുകയാണ്. അപ്പോൾ അത് നമ്മുടെ ഓപ്ഷനിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അപ്പോൾ 2 വരുന്ന ഓപ്ഷനുകൾ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പരിഗണിക്കേണ്ടത്. ഇവിടെ 1ഉം 2ഉം എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കി കളയാം. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ആസ്ഥാനം വിയന്നയാണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ നമ്മുടെ ഉത്തരത്തിൽ പാടില്ല, കാരണം ശരിയല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതി നിലവിൽ 15 അംഗങ്ങളാണുള്ളത്. അതും ശരിയാണ്. അപ്പോൾ അത് ഉത്തരത്തിലേക്ക് വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ 2 മാത്രം എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ്. ഇനി ഓവർലാപ്പോട് കൂടിയ ആകാശ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്നാണ് ചോദ്യം. ഇതുപോലെ തന്നെ PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്ന വേൾഡ് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. അത് നമ്മുടെ സ്റ്റീരിയോഗ്രാഫ് എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ 6ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓപ്ഷൻ ബി ആണ്. ഇനി ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ട താപീയ മധ്യരേഖ എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. താപീയ മധ്യരേഖ എന്നാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ചോദ്യം, ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. നമ്മൾ പറയും ഉത്തരം പറയാൻ ലിപ്പ് വേണം, ടീ കുടിക്കാൻ ലിപ്പ് വേണം, അങ്ങനെ നമ്മൾ ലിപ്പുലേഖ ചുരം എന്നാണ് പഠിക്കുന്നത്. പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്ന സോജില ചുരമുണ്ട്. കർഷകശ്രീ, സോജി കർഷകശ്രീ ആണ് എന്ന് പഠിക്കാറുണ്ട്. അതിൽ നിന്ന് കാർഗിലും ശ്രീനഗറും നമുക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ ഇവിടെ ജമ്മു കാശ്മീരിലെ സോജില ചുരം ബന്ധിപ്പിക്കുന്നത് കാർഗിലിനെയും ശ്രീനഗറിനെയുമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഷിപ്കില ചുരം എവിടെയാണെന്ന് വെച്ചാൽ ആ പേരിൽ നിന്ന് തന്നെ നമ്മൾ പഠിക്കും, ഹിമാചൽ പ്രദേശിലാണ് നമ്മൾ പഠിക്കും. ഷിപ്കില ചുരം ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നതെങ്കിൽ നാദുല ചുരം എന്ന് പറയുന്നത് നമ്മുടെ സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നതെന്ന് നമ്മൾ പഠിക്കാറുള്ളതാണ്. ഇവിടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം, പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ നദി വ്യവസ്ഥ ഏത് ദേശീയ ജലപാതയിലാണ്? നമ്മൾ കഴിഞ്ഞ ചോദ്യപേപ്പറിലൊക്കെ ഈ ദേശീയ ജലപാതയെക്കുറിച്ച് റിപ്പീറ്റ് ആയിട്ട് ചോദ്യം കാണുകയാണ്. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇത്. ഇവിടെ നമ്മുടെ ദേശീയ ജലപാത 5 എന്നാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. ദേശീയ ജലപാത 1 എന്ന് പറയുന്നത് ഗംഗാ നദിയിലാണെന്നും അലഹബാദ് മുതൽ ഹാൽഡിയ വരെയാണ് അത് ബന്ധിപ്പിക്കുന്നതെന്നും ഏറ്റവും നീളം കൂടിയതാണെന്നും പഠിക്കാറുണ്ട്. ദേശീയ ജലപാത 2 ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ തന്നത് ബ്രഹ്മപുത്ര നദിയിലാണെന്നും അത് സാദിയ മുതൽ ദുബ്രി വരെയാണ് എന്ന് നമ്മൾ പഠിക്കാറുണ്ട്. ഒരിക്കൽ കൂടി പറയാം, നമ്മുടെ ദേശീയ ജലപാത 1 എന്ന് പറയുന്നത് ഗംഗാ നദി അലഹബാദ് മുതൽ ഹാൽഡി വരെ 1620 കിലോമീറ്ററോളം വരും, ഏറ്റവും നീളം കൂടിയതാണ്. ദേശീയ ജലപാത 2 ബ്രഹ്മപുത്ര നദിയിലാണ്, സാദിയ മുതൽ ദുബ്രി വരെയാണ്. ഇനി നമ്മുടെ കേരളത്തിലൂടെ കടന്നു പോകുന്നതാണ് നമ്മുടെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചത്. അവിടെ എന്താണ് ദേശീയ ജലപാത 3 എന്നാണ് വരേണ്ടത്. അതിന് തന്നെയാണ് പശ്ചിമതീര കനാൽ എന്നും കൂടെ വിളിക്കുന്നത്. അത് നമ്മുടെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ്, അല്ലെങ്കിൽ നിലവിൽ അത് കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ദേശീയ ജലപാത 4 എന്ന് പറയുന്നത് നമ്മുടെ ഗോദാവരി കൃഷ്ണ നദികളുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അത് കാക്കിനാട മുതൽ പുതുച്ചേരി വരെയാണ്. കാക്കിനാട മുതൽ പുതുച്ചേരി വരെയാണ്. നമ്മുടെ പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്നത് ദേശീയ ജലപാത 5 ആണ്. അതിനെയാണ് പൂർവ്വതീര കനാൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പശ്ചിമതീര കനാൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത 3 ആണെങ്കിൽ പൂർവ്വതീര കനാൽ എന്ന് പറയുന്നത് ദേശീയ ജലപാത 5 ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അത് ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ നദി വ്യവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം.
അപ്പോൾ ഇവിടെ മറ്റൊരു പോയിന്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു 1620 കിലോമീറ്റർ ആണ് ഈ ദേശീയജലപാത ഒന്നിന്റെ ആ ഒരു നീളം എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ നമ്മുടെ 2016 ഇത് നാഷണൽ വാട്ടർവേ ആക്ട് ഉണ്ട്. ആ ഒരു ആക്ട് പ്രകാരം ഈ പറയുന്ന നാഷണൽ വാട്ടർവേ 3 എന്ന് പറയുന്നത് കൊല്ലം മുതൽ കോട്ടപ്പുറം എന്നുള്ളത് കൊല്ലം മുതൽ കോഴിക്കോട് വരെയാക്കി. നേരത്തെ അത് നമ്മുടെ ഈ പറയുന്നത് 205 കിലോമീറ്റർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 365 കിലോമീറ്റർ ആയി മാറി എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഈ ദേശീയജലപാത 1 എന്ന് പറയുമ്പോൾ ഗംഗാനദിയിലാണ്. അത് അലഹാബാദ് മുതൽ ഹാൽഡി വരെയാണ് 1620 കിലോമീറ്റർ എന്ന് പറഞ്ഞു. അവിടെ തന്നെ ഈ നാഷണൽ വാട്ടർവേ ആക്ട് 2016 പ്രകാരം ഈ നാഷണൽ വാട്ടർവേ 4 ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഗോദാവരി കൃഷ്ണ നദികളുമായിട്ട് ചേർന്ന് കാക്കിനാട മുതൽ പുതുച്ചേരി വരെ എന്ന് പറയുന്നത്, അതിന്റെ നീളം 2890 എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റ് ഒന്ന് ഓർത്തിരിക്കണം, 2890 എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ നാഷണൽ വാട്ടർവേക്കാൾ കൂടുതലാണ്. അതും കൂടെ ഇവിടെ ഒന്ന് എടുത്തൊന്ന് പഠിക്കുന്നത് നന്നായിരിക്കും. എന്തായാലും ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. ഇനി ആ നീളത്തിന്റെ ഉള്ളിലേക്കൊന്നും കടന്നു പോയിട്ടില്ല. ഈ ഒരു രീതിയിലാണ് ചോദ്യങ്ങൾ എപ്പോഴും എൽ ഡിയിൽ വരുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സമയത്ത് പഠിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുക. ഇനി 2023 രാജസ്ഥാനിൽ പുതുതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ്? 2024 ചോദ്യപേപ്പറിലെ ചോദ്യമാണ്. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ സി ആണ്, സോർസർ എന്നതാണ് ഉത്തരമായിട്ട് വരിക. 2023 ഏപ്രിൽ ഭൗമദിനത്തിൽ നമ്മുടെ രാജസ്ഥാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പുതുതായിട്ട് 3 സംരക്ഷണ കേന്ദ്രങ്ങൾ അവർ പ്രഖ്യാപിക്കുകയുണ്ടായിരുന്നു. അതിലൊന്നാണ് ഈ സോർസൻ എന്ന് പറയുന്നത്. മറ്റൊരു പേര് എന്ന് പറയുന്നത് ഗിച്ചാർ എന്നാണ്. മറ്റൊരു പേര് എന്ന് പറയുന്നത് ഗിച്ചാൻ എന്നാണ്. മൂന്നാമത്തെ പേര് എന്ന് പറയുന്നത് ഹമീർഗഡ് എന്നാണ്. എന്താണ്? അമീർഗഡ് എന്നാണ്. അപ്പൊ ഇപ്പം നമുക്ക് സോർസൻ തന്നെങ്കിൽ ഗിച്ചാനും അമീർഗഡും അടുത്ത പരീക്ഷയിൽ തരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ സോർസൻ, അതുപോലെ തന്നെ ഗിച്ചാൻ, അതുപോലെ തന്നെ ഹമീർഗഡ്, ഒരു പ്രാവശ്യമെങ്കിൽ ഈ പേരൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ പിന്നെ പരീക്ഷ പേപ്പറിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. താഴെ തന്നിരിക്കുന്ന നബാർഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് ഏതെന്നാണ് പല പരീക്ഷകളിലായിട്ട് റിപ്പീറ്റായി ചോദിക്കുന്ന കണ്ടോ. കാർഷിക വായ്പയുടെ പരമോന്നത ബാങ്ക് എപ്പോഴും അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ആസ്ഥാനം മുംബൈയാണ്. ശിവരാമൻ കമ്മിറ്റി 1982 സ്ഥാപിച്ചു. ഇതെല്ലാം എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ് കൂടുതലായിട്ട് കടന്നു വന്ന ആ ഒരു തീയതി തന്നെയാണ്, അത് പണ്ട് മുതലേ ചോദിക്കുന്നതാണ്. 1982 ജൂലൈ 12 നബാർഡ് രൂപീകരിച്ചത്. എല്ലാം ശരിയാണ് എന്നത് ഓപ്ഷൻ ഡി ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അത് കോഴിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതും PSC പരീക്ഷയിൽ എപ്പോഴും റിപ്പീറ്റായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് എന്ന കാര്യം ഓർക്കുക. അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയുമായി ബന്ധപ്പെട്ട് PSC എപ്പോഴും ചോദിക്കുന്നതാണ്, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഈ കാസർഗോഡ് ജില്ലയിലെ കുടിലു എന്ന് പറയുന്ന സ്ഥലത്താണ്. കാസർഗോഡ് ജില്ലയിലെ കുടിലു എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കുന്ന രണ്ടെണ്ണം ഉണ്ട്. ഇന്ത്യൻ ഏലം ഗവേഷണ കേന്ദ്രം, അതായത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതുപോലെ കേരള ഏലം ഗവേഷണ കേന്ദ്രവുമുണ്ട്. അപ്പോൾ അവിടെ ഇന്ത്യൻ ഏലം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ അത് ഇടുക്കി ജില്ലയിലെ മയിലാടുംപാറയിലാണ്. അതേ സമയത്ത് നമ്മുടെ കേരളം ഏലം ഗവേഷണ കേന്ദ്രം എന്നാണെങ്കിൽ അത് ഇടുക്കി ജില്ലയിലെ പാമ്പാടുംപാറയിലാണ്. അപ്പോൾ മയിലാടുംപാറയിൽ നമ്മുടെ കേന്ദ്രവുമായി ബന്ധപ്പെട്ടിട്ടാണ്. കേരളവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ അത് പാമ്പാടുംപാറയിലാണ് എന്ന കാര്യം ഓർക്കുക. അതുപോലെ തന്നെ നമ്മുടെ റബ്ബർ ബോർഡിന്റെയും റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ കോട്ടയത്താണ് എന്ന് നമ്മൾ പഠിക്കാറുണ്ട്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കോട്ടയത്താണ് എന്ന് നമ്മൾ പഠിക്കാറുണ്ട്. അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നത് നന്നായി. SCRT ടെക്സ്റ്റ് ബുക്കിൽ ഒരു പാഠത്തിൽ ഇത് കൊടുത്തിട്ടുണ്ട്. അത് നിർബന്ധമായിട്ട് നോക്കി പോകുന്നത് പരീക്ഷയ്ക്ക് നല്ലതായിരിക്കും. സ്വാതന്ത്ര്യ ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം ചോദിച്ചാൽ 1966, 69 ഈ ഒരു കാലഘട്ടം. ഈ ഒരു സമയത്ത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്ന് ചോദിക്കും, ഇന്ദിരാഗാന്ധിയാണ്. ഇനി 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ നരസിംഹ റാവുവും ആ സമയത്ത് ധനകാര്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ മൻമോഹൻ സിംഗുമാണെന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം PSC റിപ്പീറ്റായി ചോദിക്കുന്നതാണ്. ഉത്തരമായിട്ട് വരേണ്ടത് മുംബൈ ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത അല്ലാത്തത് ഏതെന്നാണ്. നമുക്കറിയാം ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ പഠിക്കാറുള്ളതാണ്. ഒന്ന്, ശ്രേണീയപരമായ സംഘാടനം. നമുക്കറിയാം ഒരു പിരമിഡ് ഷേപ്പാണ് എന്ന് നമ്മൾ പഠിക്കാറുണ്ട്. അതായത് താഴെ കൂടുതൽ ആൾക്കാർ വരും, അങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പോകും. അതായത് ഇപ്പോൾ ഏറ്റവും താഴെയായിട്ട് കുറേ ആൾക്കാരുണ്ടാവും. ഇപ്പോൾ LDCയിൽ കുറേ ആൾക്കാരുണ്ടാവും. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് UDCയിൽ കുറച്ച് ആൾക്കാർ കുറവായിരിക്കും. അങ്ങനെ അവസാനം നമ്മുടെ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മുടെ ചീഫ് സെക്രട്ടറി ആയിരിക്കും വരിക. അങ്ങനെ നമ്മൾ പഠിക്കാറുണ്ട്. പിന്നെ സ്ഥിരത ഉണ്ടായിരിക്കും. അപ്പം നമ്മളൊരു ജോലി കയറി കഴിഞ്ഞാൽ ഒരു നിശ്ചിത പ്രായം വരെ നമുക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റും. ഓരോ ജോലിയിലേക്ക് നമ്മൾ തിരഞ്ഞെടുക്കുന്ന യോഗ്യത അടിസ്ഥാനമാക്കിയിട്ടാണ്. അപ്പോൾ യോഗ്യത അടിസ്ഥാനമാക്കിയ നിയമനമാണ് മൂന്നാമത്തത്. പിന്നെ നമ്മൾ ഈ ജോലിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അംഗത്വം ഒന്നും എടുക്കാൻ പാടില്ല. രാഷ്ട്രീയ നിഷ്പക്ഷത ഉണ്ടായിരിക്കണം. മറ്റൊന്ന് വൈദഗ്ധ്യം എന്നതാണ്.
ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ പറയുന്ന ഉദ്യോഗസ്ഥ ബന്ധത്തിന്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞു വരുന്നത്. അങ്ങനെയാണെങ്കിൽ യോഗ്യത അടിസ്ഥാനമാക്കിയിട്ടുള്ള നിയമനം എന്ന് പറയുന്ന രണ്ടാമത്തത് നമ്മുടെ ഉത്തരത്തിൽ നിർബന്ധമായിട്ടും വരണം. പിന്നെ രാഷ്ട്രീയ വിധേയത്വം എന്നാണ് പറഞ്ഞത്, രാഷ്ട്രീയ നിഷ്പക്ഷത എന്നാണ് വരേണ്ടത്. അപ്പൊ ഈ 3 എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരത്തിൽ വരാൻ പാടില്ല. ഇനി തൊഴിൽ വൈദഗ്ധ്യം എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരത്തിൽ വരണം. അപ്പൊ ഇവിടെ 2ഉം 4ഉം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ 2ഉം 4ഉം അല്ലാത്തത് എന്നാണ് നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ എന്താണ്, താഴെ നിന്നും മുകളിലേക്കുള്ള അധികാര വിതരണ ശ്രേണി എന്ന് പറയുന്നത് തെറ്റാണ്. അതേപോലെ തന്നെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലുള്ള നിയമനം ശരിയാണ്. യോഗ്യതയുടെ അടിസ്ഥാനത്തിലുള്ള നിയമനം ശരിയാണ്. രാഷ്ട്രീയപരമായ വിധേയത്വം എന്ന് പറയുന്നത് തെറ്റാണ്. അതായത് ഇവിടെ 1ഉം 3ഉമാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. കേരളത്തിൽ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആരാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഇത് വീണ്ടും റിപ്പീറ്റ് ആയി ചോദിക്കുന്ന ചോദ്യമാണ്. ഹരി നായർ IAS ആണ്. ഹരിനായർ IAS എന്നാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. ഹരിനായർ IAS എന്നാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്തത്, ഇന്ത്യൻ പാർലമെന്റ് ഒരു ബില്ല് നിയമമാക്കുന്നതിന് മുമ്പ് ബില്ലിൽ ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ, കൂട്ടിച്ചേർക്കലുകൾ, ചർച്ചകൾ എന്നിവ നടക്കുന്ന ഘട്ടം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് 2ാം വായനയാണ്. നമുക്കറിയാം 3 തവണ വായന നടക്കുന്നുണ്ട് 2 സഭകളിലും ഒക്കെ ആയിട്ട്. ഒരു സഭയിൽ 3 തവണ വായിക്കും, അടുത്ത സഭയിലും വായിക്കും. അങ്ങനെ ഇവിടെ 2ാം തവണയിലാണ് ഏറ്റവും കൂടുതൽ ചർച്ചകളും തിരുത്തലുകളും ഒക്കെ നടക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ വസ്തുതകൾ ഏവ എന്നാണ്. യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. അതേപോലെ തന്നെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഒരു വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും നിയമനിർമ്മാണം നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമമാണ് നിലനിൽക്കുക, ശരിയാണ്. യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ് എന്നിവയിൽ ഉൾപ്പെടാത്ത ഒരു പുതിയ വിഷയം ഉണ്ടായാൽ അതിൽ നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അധികാരമുണ്ടാവും, തെറ്റാണ്. കേന്ദ്രത്തിനാണ്. പോലീസ് യൂണിയൻ ലിസ്റ്റിൽ പെടുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അത് ഏത് ലിസ്റ്റിലാണ് പോലീസ് ഉൾപ്പെടുന്നത്? നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് പോലീസ് ഉൾപ്പെടുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ പോലീസ് സ്റ്റേറ്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതും എന്താണ്, തെറ്റാണ്. നമ്മൾ ശരിയാണ് ചോദിച്ചത് 1ഉം 2ഉം, അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇനി അടുത്തത്, പോക്സ്കോ ആക്ട് അനുസരിച്ച് കുട്ടി എന്ന പദത്തിന്റെ വ്യാപ്തിയിൽ വരുന്നത് എന്നാണ് ഇവിടെ ചോദ്യം. നമുക്കറിയാം 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയുമാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. 2012 ഈ ഒരു ആക്ട് പ്രകാരം കുട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയുമാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ബാലവേല നിരോധന നിയമപ്രകാരം കുട്ടികളായി പരിഗണിക്കുന്നതോ 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്. ബാലവേല നിരോധന നിയമപ്രകാരം. ഇത് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായിട്ട് ആവിഷ്കരിച്ച വെബ് പോർട്ടലിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരമായിട്ട് വരേണ്ടത് ഇവിടെ സുനീതി എന്നാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. സുനീതി എന്നാണ്. ഇനി പാതി വഴിയിലൊക്കെ വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വന്ന മുഴുവൻ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും തുടർ വിദ്യാഭ്യാസം സാധ്യമാക്കുന്നതിനായിട്ട് സംസ്ഥാന സാക്ഷരതാ മിഷൻ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സമന്വയ എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ അത് ട്രാൻസ്ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ ജീവനം എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. അതായത് കുറ്റകൃത്യങ്ങൾക്കിരയായിട്ട് മരണപ്പെടുന്നവരുടെ ആശ്രിതർക്കും ഗുരുതര പരിക്ക് പറ്റിയവർക്കും പുനരധിവാസത്തിനായുള്ള സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിനായിട്ട് ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് ഈ ജീവനം എന്ന് പറയുന്ന പദ്ധതി. ഈ പദ്ധതി ഉപഭോക്താക്കൾക്ക് 20,000 രൂപ വരെ ധനസഹായമൊക്കെ ലഭിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ എന്താണ്, കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്കും ഗുരുതര പരിക്ക് പറ്റിയ അവർക്കും പുനരധിവാസത്തിനായുള്ള സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിനായിട്ട് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ജീവനം എന്ന് പറയുന്ന പദ്ധതി എന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഈ കുറ്റകൃത്യം നടന്ന് 5 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യണം, ഈ ആനുകൂല്യത്തിനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഇനി ഇവിടെ മന്ദഹാസം എന്ന് പറയുന്ന പദ്ധതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള നമ്മുടെ BPL വിഭാഗത്തിലുള്ളവർക്ക് 60 വയസ്സ് കഴിഞ്ഞവർക്ക് എന്താണ്, മുതിർന്ന പൗരന്മാർ എന്ന് പറയുമ്പോൾ 60 വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യമായിട്ട് കൃത്രിമ ദന്തനിര വെച്ചു കൊടുക്കുന്ന ആ ഒരു സർക്കാർ പദ്ധതിയാണ് മന്ദഹാസം എന്ന് പറയുന്ന പദ്ധതി. അവിടെ കൃത്യമായിട്ട് ഓർത്തിരിക്കണം, ദന്തനിര എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ഭാഗികമായിട്ട് മാത്രം പല്ലുകൾ മാറ്റിവെക്കാൻ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നില്ല. കൃത്രിമമായിട്ട് എന്താണ്, ദന്തനിരയാണ് അവിടെ വെച്ചു കൊടുക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. 5,000 രൂപ വരെയൊക്കെ ഇവിടെ ധനസഹായം കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത്, കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേര് എന്നാണ്. ഇത് റിപ്പീറ്റ് ആയിട്ട് എത്രയോ പരീക്ഷയിൽ ഇപ്പോൾ 2024 ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. രംഗശ്രീ എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിർബന്ധമായി പഠിച്ചിട്ട് പോകണം. അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെടുന്ന തെറ്റായ വസ്തുതകൾ ഏതെല്ലാം എന്നാണ് നമ്മുടെ ചോദ്യം. കേരള ഗവൺമെന്റ് നിയമോപദേശം നൽകുക എന്നതാണ് അഡ്വക്കേറ്റ് ജനറലിന്റെ അടിസ്ഥാന ചുമതല. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഉത്തരത്തിലേക്ക് വരാൻ പാടില്ല. അപ്പോൾ 1 നമ്മുടെ ഉത്തരത്തിൽ വരാൻ പാടില്ല. അപ്പോൾ ഇവിടെ നോക്കുക, 1 വരുന്നു, അത് രണ്ടും വെട്ടിക്കളഞ്ഞു.
അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭാ യോഗങ്ങളിൽ പങ്കെടുക്കുവാനും സംസാരിക്കാവുന്നതുമാണ് എന്ന് പറഞ്ഞാൽ ശരിയാണ്. അപ്പോൾ ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ രണ്ടും വരാൻ പാടില്ല, അപ്പോൾ അതും കളഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ ശ്രീ കെ ഗോപാലകൃഷ്ണക്കുറുപ്പാണ്. ഇനി അഡ്വക്കേറ്റ് ജനറൽ നിയമസഭയിലെ വോട്ടെടുപ്പിന് വോട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതും ശരിയാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എല്ലാം ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഇവയൊന്നുമല്ല എന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അതായത് അഡ്വക്കേറ്റ് ജനറൽ നിയമസഭാ യോഗങ്ങളിൽ പങ്കെടുക്കാം, സംസാരിക്കാൻ പറ്റും, പക്ഷെ വോട്ടവകാശമില്ല. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ എല്ലാ കോടതികളും പോകാനും പറ്റും, ഈ പറയുന്ന കാര്യങ്ങൾക്ക് പോകാനും പറ്റുമെന്നത് ഒരു പോയിന്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കുക. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇനി താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് മൗലികാവകാശത്തിന് വേണ്ടിയാണ് നിയമവാഴ്ച എന്ന ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സമിതി സ്വീകരിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 14 നിയമത്തിന് മുമ്പിലെ തുല്യതയ്ക്ക് വേണ്ടിയാണെന്ന കാര്യം ഓർക്കുക. അപ്പോൾ നിയമവാഴ്ച എവിടെ നിന്നാണെന്ന് നമ്മൾ ബ്രിട്ടാനിയ എന്ന കോഡിലൂടെ ബ്രിട്ടൻ നിയമവാഴ്ച എന്ന് പഠിച്ചു വെക്കുന്നതാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഒരു ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖലയിൽ രണ്ടാം പോഷണ തലത്തിൽ കാണപ്പെടുന്ന ജീവി ചോദിച്ചാൽ പ്രാഥമിക ഉപഭോക്താക്കൾ എന്നതാണ് 25ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. നമ്മൾ ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖല എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കാണുന്ന ഭക്ഷ്യശൃംഖലയാണ്. അതായത് ഒരു പുല്ലുണ്ടാവും, ആ പുല്ല് തിന്നുന്ന മുയലുണ്ടാവും, അതേപോലെ ആ മുയലിനെ ഭക്ഷിക്കുന്ന സിംഹം ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഭക്ഷ്യശൃംഖലയാണ് നമ്മൾ ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖല എന്ന് പറയുന്നത്. അതായത് ഹരിത സസ്യങ്ങളിൽ നിന്നായിരിക്കും ഇത് ആരംഭിക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ്, പ്രാഥമിക ഉപഭോക്താക്കളാണ് ഈ പുല്ലിനെ ഭക്ഷിക്കുന്ന മുയല് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പുല്ല് എന്ന് പറയുന്ന ഒന്നാം പോഷണ തലത്തിൽ വരും, രണ്ടാമത് കൊടുത്തിരിക്കുന്ന മുയല് എന്ന് പറയുന്നത് രണ്ടാം പോഷണ തലത്തിൽ വരും. നമ്മൾ പല രീതിയിൽ ഭക്ഷ്യശൃംഖലകൾ ഫോം ചെയ്യും. ഇപ്പോൾ പുല്ലിന് മുയല് കഴിക്കുന്നു, അതിന് പകരം മാൻ കൊടുക്കാം, അങ്ങനെയൊക്കെ നമ്മൾ ഭക്ഷ്യശൃംഖല ഫോം ചെയ്യും. ഞാൻ ഈ ഒരു ഭക്ഷ്യശൃംഖല പ്രകാരം രണ്ടാമത് വരുന്നത് രണ്ടാം പോഷണതലം എന്ന് ഞാൻ പറഞ്ഞതാണ്. അവിടെ ശരിക്കും എന്താണ്, പ്രാഥമിക ഉപഭോക്താക്കൾ, സസ്യബുക്കുകളെയാണ് നമ്മൾ പ്രാഥമിക ഉപഭോക്താക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. നമ്മൾ ഓൾറെഡി ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ജീവി ബന്ധങ്ങളിൽ ഒന്നിന് ഗുണവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായ ബന്ധമാണ് എന്തെന്ന് പറയുന്നത് എന്നാണ് ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് കമൻസലിസം എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. ജീവി ബന്ധങ്ങൾ ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായിട്ടുള്ള ബന്ധത്തെയാണ് നമ്മൾ കമൻസലിസം എന്ന് പറയുന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി മത്സരം എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ രണ്ടിനും ദോഷകരവും പിന്നീട് ജയിക്കുന്നവർക്ക് ഗുണകരവുമായിട്ടുള്ള ബന്ധമാണ് ഇപ്പോൾ ഈ മത്സരം എന്ന് പറയുന്നത്. നമുക്കറിയാം, പുലിയും സിംഹവും ഒക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു ആഹാരത്തിന് വേണ്ടി മത്സരിച്ച് അവിടെ ഏതെങ്കിലും ഒന്ന് ജയിക്കും, അപ്പോൾ അതിനായിരിക്കും ഗുണമായിട്ട് വരിക. ഇനി പരാത ജീവനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എന്ന് നമുക്ക് അറിയാം. ഒന്നിന് ഗുണകരവും മറ്റേതിന് ദോഷകരവും. പരാതം പോഷണത്തിനായിട്ട് ആതിഥേയനെ ആശ്രയിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി മറ്റൊന്നാണ് കമൻസലിസം എന്ന് പറയുന്നത്. അതിനെ തന്നെയാണ് എന്ത്, സഹജീവനം എന്ന് പറയുന്നത്. അതായത് ഒരു ജീവിക്ക് ഗുണവും മറ്റേത് ജീവിക്ക് ഗുണമോ ദോഷവും ഇല്ലാത്ത ബന്ധമാണ്. നമ്മുടെ സ്രാവും അതുപോലെ തന്നെ നമ്മുടെ സക്കർ ഫിഷും തമ്മിലുള്ള ഒരു ബന്ധം നമ്മുടെ ഏഷ്യാനെറ്റ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അതായത് ഈ സ്രാവിന്റെ ശരീരത്തിൽ പറ്റിയിരിക്കും ഈ പറയുന്ന സക്കർ ഫിഷ്. എന്നിട്ട് ഈ സ്രാവ് സഞ്ചരിക്കുന്നതോടൊപ്പം ഇതും സഞ്ചരിക്കും. എന്നിട്ട് ഈ സ്രാവ് കഴിക്കുന്ന ആഹാരത്തിന്റെ ബാക്കി ആഹാരങ്ങൾ ഇത് കഴിക്കും. അപ്പോൾ സക്കർ ഫിഷിന് എന്ത് കിട്ടും, ആഹാരം കിട്ടും. സ്രാവിന് യാതൊരു വിധത്തിലുള്ള ദോഷവുമില്ല എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി മ്യൂച്വലിസം എന്ന് പറഞ്ഞാൽ രണ്ട് ജീവികൾക്കും ഗുണകരമായിട്ടുള്ളതിനെയാണ് മ്യൂച്വലിസം എന്ന് പറയുന്നത്. അതായത് സഹോപകാരിത എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ പശു ഉണ്ടെങ്കിൽ ആ പശുവിന്റെ പുറത്ത് കൊക്കൊക്കെ വന്നിരിക്കണം കണ്ടിട്ടുണ്ടാവും, കിളിയൊക്കെ വന്നിരിക്കണം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ പശുവിന്റെ പുറത്തുള്ള ചെളിനൊക്കെ അത് കൊത്തിത്തിന്നും. അപ്പോൾ ആ പശുവിനും ഗുണമാണ്, അതിനൊരു ഭക്ഷണവുമാണ് എന്ന രീതിയിലാണ് മ്യൂച്വലിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ എന്താണ് കമൻസലിസം എന്ന് പറയുന്നത്, എന്താണ് മ്യൂച്വലിസം എന്ന് പറയുന്നത്, എന്താണ് പരാതജീവനം എന്ന് പറയുന്നത്, എന്താണ് മത്സരം എന്ന് പറയുന്നതൊക്കെ പഠിച്ചു വെക്കണം. താഴെ പറയുന്നതിൽ ഏതാണ് ഇൻസിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടാത്തത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ട ജീൻ ബാങ്കുകൾ എന്നതാണ്. അതായത് ജീവജാലങ്ങൾ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കുന്ന രീതിയാണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. വന്യജീവി സങ്കേതങ്ങൾ, നാഷണൽ പാർക്കുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ, ബയോസ്ഫിയർ റിസർവുകൾ, കാവുകൾ, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളൊക്കെ എന്താണ് ഈ പറയുന്ന ഇൻസിറ്റു കൺസർവേഷൻ ഉദാഹരണമാണ്. അതേസമയത്ത് ഈ ജീവജാലങ്ങൾ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതിയാണ് എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. എന്താണ് എക്സിറ്റു കൺസർവേഷൻ? ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇൻസിറ്റു എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ തന്നെ, എക്സിറ്റു എന്ന് പറയുമ്പോൾ അതിന് പുറത്തേക്ക് വരും. നമ്മളൊക്കെ സഞ്ചരിക്കാറുള്ള സുവോളജിക്കൽ പാർക്കുകൾ, അതുപോലെ നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡനുകൾ, ഇതൊക്കെ നമ്മുടെ ഈ പറയുന്ന എക്സിറ്റു കൺസർവേഷൻ ഉദാഹരണമാണ്. ഒപ്പം ഈ ജീൻ ബാങ്കുകളും ഉദാഹരണമാണ്. ഹീമോഡയാലിസിസിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥത്തിന്റെ പേര് എന്ത് എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഹെപ്പാരിൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. എന്താണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്? ഹെപ്പാരിൻ ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് എന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി നമ്മുടെ ഈ കുളയട്ടയൊക്കെ നമ്മുടെ ശരീരത്തിൽ കടിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു വസ്തു ഇഞ്ചക്ട് ചെയ്യാറുണ്ട്. അതാണ് രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി. അതിനെയാണ് നമ്മൾ ഹിരുഡിൻ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഓപ്ഷൻ ഡിയിൽ കൊടുത്തിരിക്കുന്നത്, ഹിരുഡിൻ എന്ന് പറയുന്നത്. ഇനി രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആൽബുമിൻ സഹായിക്കുന്നത്. ഇതൊരു പ്ലാസ്മ പ്രോട്ടീൻ ആണ്, നമ്മൾ പഠിക്കാറുണ്ട്. അതുപോലെ തന്നെ ഫൈബ്രിനോജൻ, PSC റിപ്പീറ്റ് ചെയ്യുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ്, നമ്മുടെ രക്തം കട്ട പിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇതുപോലെ തന്നെ ഒരു പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഗ്ലോബുലിൻ എന്ന് പറയുന്നത്. അത് രോഗപ്രതിരോധത്തിനും സഹായകരമായ ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്നു, ഈ പറയുന്ന ഗ്ലോബുലിൻ എന്ന് പറയുന്നത്.
ഇനി നമ്മുടെ അടുത്ത ചോദ്യം 26ാമത് PV മെമ്മോറിയൽ എൻഡോമെന്റ് അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകൻ ആരെന്നാണ്. വീണ്ടും ചോദിക്കും. 2024 ചോദ്യപേപ്പറാണ്. ശ്രീമൻ നാരായൺ എന്ന പേര് ഇവിടെ നമ്മൾ പഠിക്കണം. താഴെ തന്നിരിക്കുന്നവയിൽ വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏതാണെന്നാണ്. വ്യത്യസ്ത ആൾക്കാർ കൂടിച്ചേർന്ന് അടികൂടുമെന്ന് പഠിച്ചുകൊണ്ട് അഡിക്ഷൻ ബലമെന്നും, ഇനി സെയിം തന്മാത്രകൾ തമ്മിലാണെങ്കിൽ അത് കൊഹിഷൻ ബലമെന്നും നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ അഡിഷൻ ബലവും അതുപോലെ തന്നെ കൊഹിഷൻ ബലവും നമ്മൾ എങ്ങനെയാണ് പഠിക്കുക? ഒരു ഗ്ലാസ് തന്മാത്രയും മഴത്തുള്ളിയും അല്ലെങ്കിൽ അതിലെ വെള്ളവും തമ്മിലുള്ള ആ തന്മാത്രകൾ തമ്മിലുള്ള ആ ഒരു ബലം, അവിടെ വ്യത്യസ്ത തന്മാത്രയാണ്, അത് അഡ്ഹീഷൻ ബലമാണ്. എന്നാൽ ഈ വെള്ളത്തുള്ളികൾ തമ്മിലാണെങ്കിലോ അത് കൊഹിഷൻ ബലമാണ്. ഇനി ഭൂമിയുടെ ഉപരിതലത്തിൽ പാലായന പ്രവാഹം എത്ര എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 11.2 km/s ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിലെ പാലായന പ്രവാഹം 11.2 km/s ആണ്. ഹവർ അല്ല, നമ്മൾ പൊതുവെ ഹവർ എന്നാണ് പറയുക, പക്ഷേ km/s ആണെന്ന കാര്യം ഓർക്കുക. അതിൽ തന്നെ 2.38 km/s ആണ് നമ്മുടെ ചന്ദ്രനിലെ പാലായന പ്രവേഗം എന്ന കാര്യം ഓർക്കുക. ഏറ്റവും കൂടുതൽ പാലായന പ്രവേഗമുള്ള ഗ്രഹം ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ഗ്രഹമായിട്ടുള്ള വ്യാഴഗ്രഹമാണ്. അവിടെ 618 km/s ആണ് അവിടുത്തെ പാലായന പ്രവേഗം എന്ന് പറയുന്നത്. ഇനി അടുത്തത് മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏതെന്നാണ്. നമ്മൾ പഠിക്കുന്നത് 3 ഐസ് ചവച്ചു എന്നാണ് ആ കോഡ് നമ്മൾ പഠിക്കുന്നത്. അതായത് ഐസ് സ്റ്റോം ഉണ്ട്, ചവണയുണ്ട്, ചൂണ്ടയുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, ചവണയാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്ത ചോദ്യം, ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ 4ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന കാര്യം ഓർക്കുക. അപ്പൊ ഇന്ത്യ ചന്ദ്രനിൽ പേടകം വിജയകരമായി എത്രാമത്തെ രാജ്യമാണ് എന്ന് ചോദിക്കും. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് എത്രാമത്തെ രാജ്യമാണ്? 4ാമത്തെ രാജ്യമാണ്. ഇവിടെ ഈ പറയുന്ന ഡേറ്റുകളൊന്ന് പഠിച്ചു വെച്ചാൽ നന്നായിരിക്കും. നമ്മുടെ ഈ പറയുന്ന ചന്ദ്രയാൻ 1 അത് വിക്ഷേപിക്കുന്നത് 2008 ഒക്ടോബർ 22-നാണ്. 2008 ഒക്ടോബർ 22-നാണ്. അതുപോലെ തന്നെ അത് ചന്ദ്രനിൽ ഇടിച്ചിറങ്ങിയ ദിവസം ചോദിക്കുകയാണെങ്കിൽ 2008 നവംബർ മാസം 14-നാണ്. അതായത് ശിശുദിനത്തിനാണ്. ഒക്ടോബർ 22-ന് വിക്ഷേപിച്ചു. അതേപോലെ തന്നെ എന്താണ്, നവംബർ 14-ന് അവിടെ എത്തി എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ചന്ദ്രയാൻ 2 കേസിലേക്ക് വരുമ്പോൾ 2019 ആണ്. അത് ജൂലൈ മാസം 22-ാം തീയതിയാണ്. 2019 ജൂലൈ മാസം 22-ാം തീയതിയാണ്. ഇനി ഈ പറയുന്ന ചന്ദ്രയാൻ 3 ഏറ്റവും ഇമ്പോർട്ടന്റ്. 2023 ജൂലൈ മാസം 14-ാം തീയതിയാണ് അത് വിക്ഷേപിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. 2023 ജൂലൈ മാസം 14-ാം തീയതിയാണ് വിക്ഷേപിച്ചത്. പി വീരമുത്തുവേലാണ് അതിന്റെ പ്രൊജക്ട് ഡയറക്ടർ എന്ന കാര്യം ഓർത്തിരിക്കുക. പ്രൊജക്ട് ഡയറക്ടർ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഡേറ്റുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ച് പോകണം. ഇനി നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പഠിച്ചതാണ് ഒരു ആംഫോട്ടറിക് ഓക്സൈഡിന് ഉദാഹരണം ഏത് എന്നാണ് അവിടെ നമ്മുടെ ചോദ്യമായിട്ട് വന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ്? സിങ്ക് ഓക്സൈഡ് ആണ്. എപ്പോഴും നമ്മൾ 3 പദാർത്ഥങ്ങളുടെ പേര് പഠിക്കാനാണ് നമ്മൾ പറയുക. അതിൽ ഒന്ന് എന്ന് പറയുന്നത് അലുമിനിയം ഓക്സൈഡ് ആണ്, Al2O3 എന്ന് പറയും. മറ്റൊന്ന് സിങ്ക് ഓക്സൈഡ് ആണ്. മറ്റൊന്ന് എന്ന് പറയുന്നത് ലെഡ് ഓക്സൈഡ് ആണ്. അതായത് Al2O3 അതുപോലെ തന്നെ സിങ്ക് ഓക്സൈഡ്, PbO ലെഡ് ഓക്സൈഡ്, ഈ 3 പേരുകൾ മാത്രം പഠിക്കുക. ആംഫോട്ടറിക് ഓക്സൈഡ് ഇങ്ങനെ തന്നെയാണ് ചോദ്യം വരിക, എപ്പോഴും വരിക. ആംഫോട്ടറിക് ഓക്സൈഡിന് ഉദാഹരണം എന്താ? അതിനുള്ളിലേക്ക് ഒന്നും ചിന്തിക്കേണ്ട. ഈ 3 കാര്യങ്ങൾ LDC ലെവലിൽ പഠിക്കുക. അലുമിനിയം ഓക്സൈഡ്, സിങ്ക് ഓക്സൈഡ്, ലെഡ് ഓക്സൈഡ്, ഈ 3 പേരിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരിക്കുക. ഇനി കപട സംക്രമ മൂലകം ഇവയിൽ ഏതാണ് എന്നതാണ്. അവിടെ ഈ 3 മൂലകത്തിന്റെ പേര് പഠിച്ചു വെച്ചാൽ ആ മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. അതിൽ ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ സിങ്ക് ആണ്. മറ്റൊന്ന് എന്ന് പറയുന്നത് നമ്മുടെ കാഡ്മിയം ആണ്. മറ്റൊന്ന് പറയുന്നത് നമ്മുടെ മെർക്കുറി ആണ്. അതിൽ നമ്മുടെ ഓപ്ഷനിൽ ഇപ്പോൾ തന്നിരിക്കുന്ന മെർക്കുറിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരിക. അല്ലെങ്കിൽ സിങ്കും തരാം, അതുപോലെ തന്നെ കാഡ്മിയം തരാം. അപ്പോൾ Al2O3, സിങ്ക് ഓക്സൈഡ്, PbO എന്ന് പറയുന്ന ആംഫോട്ടറിക് ഓക്സൈഡുമായി ബന്ധപ്പെട്ട് അലുമിനിയം ഓക്സൈഡ്, സിങ്ക് ഓക്സൈഡ്, ലെഡ് ഓക്സൈഡ്, സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്ന് പറയുന്ന കപട സംക്രമണ മൂലകവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി ഈ ഗ്രാഫ് ഏത് വാതക നിയമത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. ബോയിൽ നിയമവുമായി ബന്ധപ്പെട്ട ഗ്രാഫാണ് ഇത്. അപ്പോൾ ഈ ബോയിൽ നിയമം അതായത് വാതക നിയമങ്ങൾ എന്ന് പറയുന്ന ഭാഗം ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും. എപ്പോഴും PSC ചോദിക്കുന്ന മേഖലയാണ്. ശക്തിയേറിയത് ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ലോകം ഏത് എന്നതാണ് 37ാമത്തെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഈ 37ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നിയോഡിമിയം എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. നിയോഡിമിയം എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അയ്യങ്കാളിയെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവന ഏത് എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു എന്ന് പറയുന്നത് അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്കറിയാം 1907 എന്ന് പറയുന്ന വർഷത്തിലാണ് അദ്ദേഹം ഇത് രൂപീകരിക്കുന്നത്. അതേപോലെ തന്നെ തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭ അംഗമായിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ്. 1911 ഡിസംബർ 5-ാം തീയതിയാണ് അദ്ദേഹം ഈ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് നമ്മൾ പഠിക്കാറുണ്ട്. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകി 1893 എന്ന് നമ്മൾ പഠിക്കാറുണ്ട്. വില്ലുവണ്ടി യാത്ര നയിച്ചത് അയ്യങ്കാളിയാണ്. അതേപോലെ തന്നെ തിരുവനന്തപുരം കണ്ണമ്മൂലയിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അത് നമ്മുടെ ചട്ടമ്പി സ്വാമികളാണ് തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂലയിൽ ജനിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ തന്നെ ഈ പറയുന്ന അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ ഭാഗത്ത് എപ്പോഴും PSC ചോദിക്കുന്നതാണ്. ശ്രീമൂലം പ്രജാസഭയിലേക്ക് അംഗമായ ആദ്യ ദളിത് വംശജൻ ആരെന്ന് വെച്ചാലും ഉത്തരമായിട്ട് വരിക അയ്യങ്കാളിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായ ആദ്യ വനിത ആരെന്ന് വെച്ചാൽ PT ഉഷ എന്നാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. കഥാപാത്രവും നോവലും തെറ്റായ ജോഡി ഏതെന്നാണ് കണ്ടുപിടിക്കുന്നത്. സേതു എന്ന് പറയുന്നത് കാലം എന്നാണ് നൽകിയിരിക്കുന്നത്. MTയുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കഥയാണ് സേതു എന്ന് പറയുന്നത്. അവിടെ
ഒരു പ്രധാനപ്പെട്ട, അതായത് കാലം എന്ന് പറയുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് സേതു എന്ന് പറയുന്നത്. അത് ശരിയാണ്. ഈ പറയുന്ന ഖസാക്കിന്റെ ഇതിഹാസം OV വിജയനുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ നമ്മൾ പഠിക്കുന്നതാണ്. രവിയും അതുപോലെ തന്നെ അപ്പുക്കിളി എപ്പോഴും PSC ചോദിക്കുന്നതാണ്. അതും ശരിയാണ്. അതേപോലെ തന്നെ എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു സുഹറ എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന കഥയിലെ കഥാപാത്രമല്ല സുഹറ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ തന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ബാല്യകാല സഖി എന്ന് പറയുന്ന കൃതിയിലെ മജീദും സുഹറയും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പോൾ ബാല്യകാല സഖി എന്ന് പറയുന്ന ആ ഒരു കൃതിയിലെ കഥാപാത്രമാണ് ഈ സുഹറ എന്ന് പറയുന്നത്. അതിൽ തന്നെയാണ് മജീദും വരുന്നത്. അതേസമയത്ത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആ ഒരു കൃതിയിലെ കഥാപാത്രമാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുപാത്തുമ്മയും നിസാർ അഹമ്മദും എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഓടയിൽ നിന്ന് എന്ന് പറയുന്ന P കേശവദേവന്റെ കൃതിയാണ്. അതിലെ കഥാപാത്രമാണ് പപ്പു എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ C ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. പിയാത്ത ആരുടെ കലാസൃഷ്ടിയാണെന്നാണ് നമ്മുടെ ചോദ്യം. മൈക്കലാഞ്ചലോ എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. റാംകോ ആനന്ദി എന്ന നോവലിന്റെ രചയിതാവ് ആരെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അഖിൽ P ധർമ്മജൻ എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഓപ്ഷൻ C ആണ്. അഖിൽ P ധർമ്മജൻ എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ 42ാമത്തെ ചോദ്യം ഓപ്ഷൻ C ആണ് ഉത്തരം. സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണം ഏത് എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ട വിൻഡോസ് ആണ് സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണം. ഈ ഗവർണൻസിനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയേതെന്നാണ്. ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിൽ സുതാര്യത ഉണ്ടാക്കുന്നു, അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തും, ശരിയാണ്. ഗവൺമെന്റ് ഓഫീസുകളിലേക്കുള്ള പൊതുജനങ്ങളുടെ സന്ദർശനം വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കുറയ്ക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 1ഉം 2ഉം എന്നാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ട. ഓപ്ഷൻ C ആണ് 44ാം ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 2 വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഉപകരണം ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇത് PSC പരീക്ഷയിൽ നമ്മുടെ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഭാഗത്ത്, നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഭാഗത്ത് ഇതേപോലെ തന്നെ ഇതേ ചോദ്യം തന്നെ ഒരു വ്യത്യാസമില്ലാതെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ B പഠിച്ചു വെക്കുക, ഗേറ്റ് വേ ആണ്. വിവരാവകാശ നിയമം 2005 പ്രകാരം താഴെ പറയുന്നവയിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇവിടെ നോക്കുക, സർക്കുലർ, കോൺട്രാക്റ്റുകൾ, അന്വേഷണ പ്രക്രിയ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ചിലപ്പം ഈ ഒരു ഓപ്ഷൻ നമ്മുടെ വകുപ്പ് 8ലും അതേപോലെ തന്നെ 9ലും പറയുന്ന വിവരങ്ങൾ ഒഴികെ എന്ന് പറയാം. അതായത് അവിടെയാണ് ഈ ഒഴിവാക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് നമ്മൾ പഠിക്കുന്നതാണ്. ആ രീതിയിലും ഓപ്ഷൻ വന്നിട്ടുണ്ട്. രാഹുൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് താൻ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിന്റെ പാക്കറ്റിൽ നൽകിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും ശ്രദ്ധാപൂർവ്വം വായിക്കുന്നു. ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ രാഹുൽ ഏത് അവകാശമാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ട നമ്മൾ ടോപ്പിക് തന്നെയാണ്, വിവരാവകാശമാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം 2012 പ്രകാരം താഴെ പറയുന്നവരിൽ ആർക്കെതിരെയാണ് പ്രേരണാ കുറ്റത്തിന് കേസെടുക്കാൻ കഴിയുന്നതെന്നാണ്. പ്രേരണയാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന ഓപ്ഷൻ B ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഏതെങ്കിലും ഗൂഢാലോചനയിൽ ഏർപ്പെടുന്ന അല്ലെങ്കിൽ ഒരു കുട്ടിക്കെതിരെ ലൈംഗിക കുറ്റകൃത്യം ചെയ്യാൻ മനഃപൂർവ്വം സഹായിക്കുന്ന ആൾക്കെതിരായിട്ടാണ് അവിടെ കേസെടുക്കുന്നത്, പ്രേരണാ കുറ്റത്തിന്. ഇനി ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കാനുള്ള നിയമം 2005 പ്രകാരം ഒരു കൂരയ്ക്ക് കീഴെ താമസിക്കുന്ന താഴെ പറയുന്ന വ്യക്തികൾ കുടുംബ ബന്ധത്തിന്റെ പരിധിയിൽ വരുന്നത് ആരെല്ലാം എന്നാണ്. ഇവിടെ മുകളിൽ പറഞ്ഞവരെല്ലാം വരും. ഭാര്യയും ഭർത്താവും അതുപോലെ തന്നെ രക്തബന്ധമുള്ള വ്യക്തികളും വിവാഹ സമാനമായ ബന്ധമുള്ള വ്യക്തികളൊക്കെ അതിൽ ഉൾപ്പെടുമെന്ന കാര്യം ഓർത്തിരിക്കുക. ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കുന്ന നിയമം 2005 വർഷം ഓർത്തിരിക്കുക. ഈ പ്രകാരം ഒരു കൂരയ്ക്ക് കീഴെ താമസിക്കുന്ന താഴെ പറയുന്ന വ്യക്തികളിൽ കുടുംബ ബന്ധത്തിന്റെ പരിധിയിൽ വരുന്ന ആരെല്ലാം, മുകളിൽ പറഞ്ഞവരെല്ലാം വരും. ഭാര്യയും ഭർത്താവും വരും, രക്തബന്ധമുള്ള വ്യക്തികൾ വരും, വിവാഹ സമാനമായ ബന്ധമുള്ള വ്യക്തികളും വരും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആര്? PS റിപ്പീറ്റ് ആയിട്ട് 2024 ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര എന്ന് പറയുന്ന 50ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ A ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ടിരിക്കുന്നത് ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര എന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇവിടെ തന്നെ ഒരു പേരും കൂടെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ പരീക്ഷയ്ക്ക് ഒരുപക്ഷെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പേരാണ്. നമ്മുടെ ഇന്ത്യയുടെ 12ാമത് മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് ചുമതലയേറ്റിരിക്കുന്നത് ഹീരാലാൽ സമരിയ എന്ന് പറയുന്ന വ്യക്തിയാണ്. എന്താണ്? ഹീരാലാൽ സമരിയ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഹീരാലാൽ സമരിയ എന്ന് പറയുന്ന ഈ ഒരു പേരും കൂടി ഓർത്തിരിക്കുക.